ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ അസമില് കാർബി പട്ടികവർഗക്കാരുടെ ഇടയിൽ സുവിശേഷ വേലയും സാമൂഹിക സേവനവും ചെയ്യുന്ന സഹോദരൻ മിഥുൻ ജോണിയെ ഒന്ന് അടുത്തറിയാനായിട്ട് ശ്രമിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ശരിക്കും തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഒന്ന് കടന്നു പോകുന്നത് നമുക്ക് എല്ലാവർക്കും ആത്മീയമായിട്ട് പ്രയോജനം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സഹോദരൻ മിഥുനെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷാലോം. ഷാലോം. സഹോദരൻ മിഥുൻ ജോണി അസമിലെ കാർബി ട്രൈബുകളുടെ ഇടയിലാണ് സുവിശേഷ വേല ചെയ്യുന്നു എന്നുള്ളത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ യൂട്യൂബിലും ഈ പരിപാടി കാണുന്നവർക്കെല്ലാം അത് അറിയുമായിരിക്കും. എന്നാൽ വിശദ വിവരങ്ങൾ പലരും അറിയണമെന്നില്ല. കൂടുതൽ അറിഞ്ഞാൽ അവിടെ ഉള്ള ജനങ്ങൾക്കും അതുപോലെ സഹോദരനും അവിടെയുള്ള പ്രവർത്തനങ്ങൾക്കുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ടവർ മിഷണറി പ്രവർത്തനം ദൈവിക പരിപാടിയാണെന്ന് മനസ്സിലാക്കാനും ദൈവം ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള പ്രേരണ ലഭിക്കാനും ഇടയാകണം എന്നുള്ളതാണ് തിരുമല സഭ ഇങ്ങനെ ഒരു ഡിസ്കഷനായിട്ട് ഈ ഇന്നത്തെ സായാഹ്നം മാറ്റുവാനായിട്ട് തീരുമാനിച്ചത്. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് അക്കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുന്നു. സഹോദരൻ്റെ കുടുംബ പശ്ചാത്തലം, ബാല്യം, വിദ്യാഭ്യാസം, ജീവിതം എന്നിവയെക്കുറിച്ച് സംക്ഷിപ്തമായിട്ടൊന്ന് പറയാമോ? ഇതിനു മുന്നേ കേട്ടിട്ടുള്ളവരും വായിച്ചിട്ടുള്ളവരും റഫായിട്ട് അറിഞ്ഞിട്ടുള്ളവരുമായിട്ടുള്ളവർ ഇവിടെ ഇരിക്കുന്നവരിലൊന്ന് കൈപൊക്കാമോ? ഓക്കെ. ആവർത്തന വിരസതയ്ക്കായിട്ട് ഞാൻ മാപ്പപേക്ഷിക്കുന്നു. എങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്നവരും ഉണ്ടല്ലോ. കത്തോലിക്ക പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. ഭക്തരായ മാതാപിതാക്കന്മാർക്കുള്ള മകനായിട്ടാണ് ജനിച്ചത്. അവരെല്ലാം ആ വഴികളിൽ കൂടെ നടത്തിക്കൊണ്ടുവരുവാനായിട്ട് അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ചെറുപ്പത്തിലെ ഒരു സിഗരറ്റ് കുറ്റി വലിച്ച സിഗരറ്റ് കുറ്റി എടുത്ത് വലിച്ചതിന് അൾത്താരയുടെ മുന്നിൽ നിന്ന് മുട്ടുകുത്തി മാപ്പപേക്ഷിച്ച സന്ദർഭം ഞാനിപ്പോഴും നന്മയ്ക്കായിട്ട് ഓർക്കുന്നു. എങ്കിലും ചെറുപ്പം മുതലേ എനിക്കറിയില്ല, വിഗ്രഹങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, കുറേ സമയം മുട്ടുകുത്തി നിൽക്കുക വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. കാരണം ഇത്രയൊക്കെ സമയം അങ്ങനെ ചെയ്താൽ കിട്ടുന്നത് ഒരു ഗ്ലാസ് കട്ടൻ ചായയും ഒരു കഷ്ണം റസ്കും ബ്രെഡുമായിരുന്നു. അത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ പ്രായത്തിൽ തോന്നിയില്ല. എങ്കിലും 12ാം വയസ്സിൽ കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതിലേക്ക് നടത്തിയ വിധങ്ങളൊക്കെ പിന്നീട് നമുക്ക് ഓരോന്നായിട്ട് ഓർക്കാമെന്ന് കരുതുന്നു. പല കാര്യങ്ങൾ പറയണമെന്നുണ്ട്, എന്നാൽ സംക്ഷിപ്തമായിട്ട് ഇതാണ് കത്തോലിക്ക പശ്ചാത്തലത്തിൽ നിന്നാണ് മുന്നോട്ട് വരുന്നത്. SSLC പഠിക്കുന്ന സമയത്താണ് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുന്നത്. രക്ഷയെങ്കിലേക്ക് വരുവാനായി ദൈവം എടുത്തുപയോഗിച്ചത് ജോൺ ചെറിയാൻ എന്ന് പറയുന്ന ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന മല്ലപ്പള്ളി അപ്പച്ചനെയാണ്. എന്നാൽ എൻ്റെ മമ്മിയുടെ ശ്രദ്ധേറിയ ഒരു ഹാൻഡിങ് ഓവർ ചെറുപ്പത്തിലെ അതാണ് ആ അപ്പച്ചനെ എന്നെ മെൻറ്റർ ചെയ്യുവാനായിട്ട് സഹായകമായി തീർന്നത്. ഞാനും മമ്മിയും ഒരേ സമയത്ത് തന്നെയാണ് വിശ്വാസത്തിലേക്ക് മുന്നോട്ട് വന്നത്. അതിനായിട്ട് ദൈവം ഉപയോഗിച്ച മുഖാന്തരം എനിക്കെന്നും പ്രിയപ്പെട്ട ഭക്ഷണം എന്നുള്ള ഒരു വസ്തുവിനെയാണ്. ബാക്കിയുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പേഴ്സണലായിട്ട് വരുമ്പോൾ ഞാൻ പറയാമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പം മല്ലപ്പള്ളി അപ്പച്ചൻ അന്ന് അങ്കമാലിലായിരുന്നോ ജീവിച്ചിരുന്നത്? അതെ അതെ. ഓക്കെ. കർത്താവിനെ വ്യക്തിപരമായി അറിയാനിടയായ അനുഭവം, മാനസാന്തരം, സ്നാനം എന്നിവയെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് പറയാമോ? ആദ്യമായി ഒരു കോട്ടേജ് മീറ്റിങ്ങിനാണ് ഞാൻ പോകുന്നത്. അവിടെ വെച്ച് സാധാരണ ബൈബിൾ സ്റ്റഡിയൊക്കെ നടന്നു.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, എന്നാൽ അതിലും ഇൻട്രസ്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയത് അവിടുത്തെ ഭക്ഷണമാണ്. പിറ്റേ ദിവസം ഒരു വാച്ച് നൈറ്റ് സർവീസ് ആയിരുന്നു. അതിലും ദിവസം മുഴുനീളം ഭക്ഷണമായിരുന്നു. അന്ന് ഞാൻ കർത്താവിനായിട്ടല്ല, ഭക്ഷണത്തിനായിട്ടൊരു തീരുമാനമെടുത്തു. ഞാൻ അന്ന് തിരികെ പോരുമ്പോൾ മമ്മിയോട് പറഞ്ഞു, മമ്മി, ജീവിതത്തിൽ ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ മമ്മിയുടെ കൂടെ ഉള്ളൂ. നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. എന്നാൽ ഈ മമ്മി മല്ലപ്പള്ളി അപ്പച്ചൻ്റെ കയ്യിലേക്ക് എന്നെ ഏൽപ്പിച്ച കാരണം, അദ്ദേഹം എല്ലാ ദിവസവും വചനധ്യാനം, ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ടോ, കാര്യങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തി. ഓരോരോ ചുവടുകളിലും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് രക്ഷയ്ക്കുതകുന്ന ദൂതുകൾ ആദ്യം പറഞ്ഞു തരുന്നതിന് പ്രത്യേകം ശ്രദ്ധ വെച്ചു. അങ്ങനെ രക്ഷിക്കപ്പെടുവാനായിട്ടിടയായി. അതിനുശേഷം സ്നാനത്തിന് മുമ്പായിട്ട് അദ്ദേഹം ചോദിച്ച ചോദ്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എന്തുകൊണ്ടാണ് നീ സ്നാനപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അദ്ദേഹം തന്നെ എന്നെ പഠിപ്പിച്ച, വചനത്തിലൂടെ പഠിപ്പിച്ച കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ അദ്ദേഹം ഒന്നുകൂടി കൂട്ടിച്ചേർത്തു. ജീവനുള്ള ദൈവത്തിൽ ഉള്ള എൻ്റെ വിശ്വാസത്തെ ജനത്തിന് മുമ്പാകെ സാക്ഷീകരിപ്പാൻ പൂർണ്ണ സന്തോഷം ഉള്ളതുകൊണ്ടാണ് സ്നാനജനത്തിലേക്ക് നീ ഇറങ്ങുന്നത്. അന്നേ അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചു, ദൈവം എന്തു പറയുന്നുവോ സന്തോഷത്തോടെ ചെയ്യുന്നവരെ ദൈവം ശ്രദ്ധിക്കുമെന്ന്. ഓക്കെ, ഏകദേശം 18 വയസ്സ് ആയപ്പോഴാണെന്ന് തോന്നുന്നു പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ വിളിയുണ്ടായത്. അതുവരെയുള്ള ക്രിസ്തീയ ജീവിതത്തിൻ്റെ പുരോഗതി എങ്ങനെയായിരുന്നു? ഈ അപ്പച്ചൻ എന്നെ മിക്കവാറും മാസവേല, മാസയോഗം, ചിലർക്കെങ്കിലും അത് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു, അതിന് കൊണ്ടുപോകുമായിരുന്നു. ജീവിതത്തിലെ എൻ്റെ ആഗ്രഹം ഇന്ത്യൻ നേവിയിൽ ഒരു കമ്മീഷൻഡ് ഓഫീസർ ആകണമെന്നുള്ളതായിരുന്നു. NDAക്ക് വേണ്ടിയാണ് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തത്. എന്നാൽ ഈ മാസവേല, മാസയോഗത്തിനൊക്കെ പോകുമ്പോൾ അവിടെ വലിയ വലിയ ഉദ്യോഗമുള്ളവർ വരുമായിരുന്നു. അവർ വന്ന് മാസയോഗത്തിൻ്റെ ദിവസം എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയും, ഞാൻ ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നയാളാണെങ്കിലും ഇന്ന് ദൈവം ഈ രീതിയിൽ അവധി കിട്ടാനും ഈ ദൈവിക ശുശ്രൂഷയുടെ ഭാഗമാക്കുന്നതിനും എനിക്ക് ഭാഗ്യം ലഭിച്ചു. പിന്നെ അവർ എപ്പോഴും മാറോട് വയ്ക്കുന്ന പുസ്തകമായിരുന്നു ഇത്. അപ്പോൾ ഒരു യുവാവ്, ഒരു ബാലൻ എന്ന നിലയിൽ എന്നിൽ അത് വളരെ സ്വാധീനം ചെലുത്തി. ഞാൻ ചിന്തിച്ചു, ഇവരൊക്കെ ഈ ലോകത്തിൻ്റെ ഉന്നത പദവികളിൽ ഇരിക്കുന്നവരാണ്, എങ്കിലോ ദൈവവചനം അതിൻ്റെ കേൾവിക്കും ദൈവിക വേലയിൽ അവരുടെ പങ്കിനും അവർ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നായിട്ട് എണ്ണുന്നു, അവരുടെ ജോലിയേക്കാൾ, അവരുടെ കരിയറിനേക്കാൾ. അപ്പോൾ ഇത് ഇത്ര വലിയ സംഗതിയാണോ? ആണ് എന്ന് ആ അപ്പച്ചൻ്റെ മെൻറ്ററിങ് മൂലം 12ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിൽ പതിഞ്ഞു. ഞാൻ ഇന്ന് പറയട്ടെ, ഉള്ളിൽ നിന്ന് പറയട്ടെ, കത്തോലിക്ക പശ്ചാത്തലത്തിൽ നിന്നാണല്ലോ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നതെങ്കിലും ഒരേ സമയം ഒരു കല്യാണവും ഒരേ സമയം ഏതെങ്കിലും ഒരു ദൈവദാസൻ്റെ വചനപഠനം സ്ഥലം സഭയിലുണ്ടെങ്കിൽ ഒരു പരപ്രേരണയും ഇല്ലാതെ ആ ദൈവദാസനിലൂടെ ദൈവം സംസാരിക്കുന്ന വചനം കേട്ടതിന് ശേഷം മാത്രമേ സമുദായ കല്യാണങ്ങൾക്കോ മറ്റുള്ള പരിപാടികൾക്കോ ഞാൻ പോയിട്ടുള്ളൂ. ആൻഡ് ഇറ്റ് വാസ് സോ ഈസി. വളരെ എളുപ്പമായിരുന്നു. എനിക്ക് അന്നും ഇന്നും സഭയെ സ്വന്തം കുടുംബമായിട്ടാണ് എന്നും അനുഭവിക്കുവാനായിട്ട് ദൈവം ഇവിടെ തന്നിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു ദിവസം കർത്താവ് തൻ്റെ പ്രേക്ഷിത ദൗത്യത്തിനായിട്ട് അങ്ങനെ ക്ഷണിച്ചല്ലോ. അതെങ്ങനെയായിരുന്നു? വല്ല സ്വപ്നം വഴിയോ പ്രവചനം വഴിയോ അങ്ങനെ വല്ലതും ആയിരുന്നുവോ? അതുപോലെ തന്നെ ഈ പ്രത്യേക സ്ഥലത്ത് പോകണമെന്നുള്ള നിശ്ചയം എങ്ങനെയുണ്ടായി? NDA ഞാൻ എഴുതി ക്ലിയർ ചെയ്യാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാതിരുന്ന സമയത്ത് ആസാമിലുള്ള ഇന്നും അവിടെ വേലയിലായിരിക്കുന്ന ദൈവദാസൻ VK സൈമൺ അങ്കമാലിയിൽ കിഴക്കേ ബ്രദറൻ അസംബ്ലിയിൽ വന്ന് YMEFൻ്റെ ഒരു സെമിനാർ, ഒരു ദിവസ സെമിനാറിൽ ആസാമിനെ പറ്റിയുള്ള സാക്ഷ്യം പറഞ്ഞു. അതെൻ്റെ ഹൃദയത്തെ സ്വാധീനിക്കുവാനായിട്ടിടയായി. അങ്ങനെ ആസാമിലേക്ക് കടന്നു പോകണം എന്നുള്ളൊരു ആഗ്രഹം ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ എനിക്കുണ്ടായി.
അവിടെ അന്ന് ആ കാലയളവിൽ എല്ലാ വർഷവും ഗോഹട്ടിയിൽ, തലസ്ഥാനമായ ഗോഹട്ടിയിൽ കോൺഫറൻസിനായി അവിടെയുള്ള 7 സംസ്ഥാനത്തിലെ സുവിശേഷന്മാരും വിശ്വാസികളും കൂടുമായിരുന്നു. ഞാൻ അവിടെ ചെന്നു. 6 സുവിശേഷകന്മാരാണ് അന്ന് ആസാമിൽ ഉണ്ടായിരുന്നത്. 2-3 ദിവസം അവരോട് കൂടെ ഞാൻ പാർത്തു. അവരുടെ വേലസ്ഥലങ്ങളിൽ പോയി അവരോട് ഒരുമിച്ചായിരുന്നു. ആ ഒരു യാത്ര എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ചു. ഇന്ത്യൻ നേവിയിലേക്കല്ല, ആസാമിലെ വിളഞ്ഞു കിടക്കുന്ന വയൽപ്പാടങ്ങളിലേക്കാണ് ദൈവം ഞാൻ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അങ്ങനെ നോർത്ത് ഈസ്റ്റ്, കിഴക്കേ സംസ്ഥാനങ്ങളുടെ ഭൂപടമടങ്ങുന്ന ഒരു അറ്റ്ലസ് വാങ്ങിച്ച് ഞാൻ അവിടെ നിന്ന് വീണ്ടും കേരളത്തിലേക്ക് വന്നു. പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്: ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം, സ്കൂൾ ഓർ എനിവെയർ. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. ഇനി ഞാൻ പോകുന്നത് അനുകരണീയമായ ഒരു മാതൃക അല്ല. ഇത്രയും നാൾ കഴിഞ്ഞ് അതിനെപ്പറ്റി സമാഹരിക്കാൻ കഴിയുന്നത് ഒരു 21 വയസ്സുള്ള ഒരു ബാലൻ്റെ പൊട്ടത്തരം അല്ലെങ്കിൽ മഠയത്തരം കർത്താവ് ക്ഷമിച്ച് അത് തൻ്റെ മഹത്വത്തിനാക്കി മാറ്റിയെന്നാണ്. 2 മാസത്തെ പ്രാർത്ഥന വേറെ ഒന്നുമല്ലായിരുന്നു, ദൈവമേ എന്നെ അയക്കണമേ. ഞാൻ കരുതി മുൾപ്പടർപ്പ് കത്തി മോശയോട് മോശെ എന്ന് വിളിക്കും, മേഘങ്ങൾ പൊട്ടി മിഥുനെ അബ്രാഹാം എന്ന് വിളിച്ച പോലെ. ഒന്നും സംഭവിച്ചില്ല. 2 മാസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു രാത്രി ഫ്രസ്ട്രേറ്റഡായി ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ആസാമിലാണ് ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നത്. അതെനിക്ക് ഒരു സമാധാനമുണ്ട്. പക്ഷെ ആസാമിൽ എവിടെ? നീ സംസാരിച്ച് കാണും, കഴുതയ്ക്ക് അത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അങ്ങയെ നിയന്ത്രിക്കുന്നതാകാം, അങ്ങയെ പരിമിതപ്പെടുത്തുന്നതാവാം. എൻ്റെ മഠയത്തരം ക്ഷമിക്കണമേ. ഹൃദയത്തിലുള്ള ആ ഒരു നഡ്ജ്, ആ ഒരു തള്ളൽ, ഒരു ഉന്തൽ, അത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിലും അധികമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ചൂണ്ടാണി വിരലെടുത്തു, കണ്ണുകൾ അടച്ചു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഈ ഭൂപടത്തിൽ ഞാൻ എവിടെ നീ പോകുവാൻ ആഗ്രഹിക്കുന്നുവോ അവിടേക്ക് എൻ്റെ വിരലുകളെ നയിക്കണമേ. വിരൽ കുത്തി. സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്: ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം, സ്കൂൾ ഓർ എനിവെയർ. ആ സ്ഥലത്തിൻ്റെ പേരാണ് ഹാംറൻ. ആദ്യം ഒരു പേടി തോന്നി, കാരണം നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിനെ പറ്റി അറിയാവുന്നവർക്കറിയാം, ഒരുപാട് അയൽ രാജ്യങ്ങളുണ്ട്. അവിടേക്കൊന്നും വിരൽ പോയില്ല. എന്തായാലും പിന്നീടൊരു സമാധാന ഹൃദയത്തിൽ വന്നു, ഹാംറൻ. അങ്ങനെയാണ് ഞാൻ ഈ സ്ഥലത്തേക്ക് യാത്രയാകുന്നത്. ഞങ്ങളുടെ നാട്ടിൽ തിരുവനന്തപുരത്താണെങ്കിൽ മക്കൾക്ക് റാങ്ക്, നല്ല ജോലി, നല്ല വിവാഹം, ഇതൊക്കെയാണ് വിശ്വാസികളായ മാതാപിതാക്കളുടെ പോലും താല്പര്യം. എന്തായിരുന്നു മാതാപിതാക്കളുടെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം? അതുപോലെ പിന്നീട് ശുശ്രൂഷയിലും അവരെങ്ങനെയാണ് സഹോദരന് ഒരു സപ്പോർട്ടായിട്ട്, ഒരു താങ്ങായിട്ട് നിന്നത്? ആ അനുഭവത്തെക്കുറിച്ചൊന്ന് പറയാമോ? അപ്പോൾ പോകുവാനായിട്ടുള്ള സ്ഥലം കിട്ടി. ഇനി ഒരു മകൻ എന്നുള്ള നിലയിലുള്ള അടുത്ത ഉത്തരവാദിത്വം എന്താ? ഓഫ് കോഴ്സ്, വളർത്തിയ മാതാപിതാക്കന്മാരോട് ഈ കാര്യം പറയുക. ഞാൻ ഡാഡിയോടും മമ്മിയോടും പറഞ്ഞു, ഞാൻ ആസാമിലേക്ക് പോവുക. നാച്ചുറലി അവരുടെ ചോദ്യം, എവിടെ? ഹാംറൻ. പിന്നീട് വന്നത് ഹിന്ദിയിൽ സവാലോം കി ഝടി എന്ന് പറയും. ഒരു ചോദ്യങ്ങളുടെ ഒരു വലിയ കെട്ടായിരുന്നു. എങ്ങനെയാ സ്ഥലം കണ്ടെത്തിയത്? ഞാൻ ഷോർട്ടായിട്ട് പറയട്ടെ. ഇങ്ങനെയാണോ ദൈവഹിതം അറിയുന്നത്? ഉത്തരമില്ല. നിന്നെ ആരെങ്കിലും അവിടേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞോ? ഇല്ല. ഏത് ജനതകൾ അവിടെ പാർക്കുന്ന, ഏത് ഭാഷ അറിയില്ല. നീ അവിടെ ആരുടെ അടുക്കിലേക്ക് പോകും അറിയില്ല. പക്ഷെ അവർ ഒരു കാര്യം മനസ്സിലാക്കി, ഈ കിടാവ് ഇവിടെ നിൽക്കുകയില്ല. അപ്പോൾ ഡാഡി പറഞ്ഞ വാചകങ്ങൾ ഞാൻ ഇന്നും ഓർക്കുന്നു. ഡാഡി എന്നോട് ഇവണ്ണം പറഞ്ഞു, എടാ, ദൈവം ഞങ്ങൾക്ക് ആണായി ഒന്നിനെ തന്നുള്ളൂ. അവനെ ഞങ്ങൾ വളർത്തി വലുതാക്കി. നീ ചെറുപ്പം മുതൽ മഹാമടിയനാണ്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ളത് നിൻ്റെ മുഖമുദ്രയാ, ട്രേഡ് മാർക്കാ.
ഇപ്പോൾ നീ വലുതായി, ഞങ്ങൾക്ക് ആശ്വാസവും തണലും ആകേണ്ട സമയമായി. ദേ നീ പിന്നെ ഓടാൻ റെഡിയായിട്ട് നിൽക്കണം. അപ്പോൾ ഇത് ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടമാണ് എങ്കിൽ നിൽക്കുക, ചിന്തിക്കുക. കാരണം കുറേ ഓടിയതിന് ശേഷം ഒരു മടങ്ങിവരവ് ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. അല്ല, നിന്നെ ദൈവം ആണ് വിളിച്ചു എന്നുള്ള പൂർണ്ണ ഉറപ്പ് നിനക്കുണ്ട് എങ്കിൽ ഒരു ദിവസം പോലും പിന്നെ വൈകിക്കരുത്. ദൈവത്തിനറിയാം, അവൻ ഞങ്ങൾക്ക് ആണായിട്ട് ഒന്നേ തന്നിട്ടുള്ളൂ. ആ നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട് എങ്കിൽ നീയൊക്കെ ഞങ്ങളെ നോക്കുന്നതിലും അതിമനോഹരമായിട്ട് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ പുലർത്തും. ഇനി പറയൂ ദൈവജനമേ, എന്നെ ഒരുക്കിയതിലും എത്രയോ ശ്രേഷ്ഠമായിട്ടാണ് കർത്താവിൻ്റെ മാതാപിതാക്കന്മാരെ സന്തോഷത്തോടുകൂടി അവർക്കുള്ള ഏക മകനെ വേലയിലേക്ക് പറഞ്ഞു വിടാനായിട്ട് ഒരുക്കിയത്. സ്തോത്രം. ഇന്നും ഇപ്പോൾ ഈ ഇരിക്കുന്ന മകൻ സെർമലോൺ, ഈ ഇരിക്കുന്ന മകൾ രൂപ്മിലി, അവരൊക്കെ ഈ പ്രായത്തിലും ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ വിശദീകരിക്കണ്ടല്ലോ. 70കളിലാണ് എല്ലാവരും. എന്നാൽ ആ ശുശ്രൂഷയിൽ ഒരു പങ്ക് വഹിക്കാനായിട്ട് കഴിയുമെന്നുള്ളപ്പോൾ ശരീരത്തിലുള്ള രോഗങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ധൈര്യമായിട്ട് വിട്ടോ മോനെ, ആവുന്നോളം ഞങ്ങൾ ചുമൽ തരാം. സോ ഇനി അധികം ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ അവരെ ഇന്നും ഞാൻ വിളിക്കുന്നത് ബാക്കപ്പായിട്ട് ദൈവം നിലനിർത്തിയിരിക്കുന്നു. ആ രീതിയിൽ അവരെ തുടരുവാനായി ദൈവം നൽകട്ടെ. ഏറ്റവും വലിയ ആശ്വാസവും തണുപ്പും ശക്തിയും ആയിട്ട് അവരെ ഇവിടെ നിർത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യോശുവയെ സംബന്ധിച്ചൊരു മോശയുണ്ടായിരുന്നു, അല്ലെ? തിമോഥെയോസിന് ഒരു പൗലോസ്. സഹോദരൻ്റെയും ജീവിതത്തിൽ നേരത്തെ മല്ലപ്പള്ളി അപ്പച്ചനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ മെൻറ്റർമാർ മാർഗനിർദ്ദേശം നൽകിയ ആരെയെങ്കിലും കുറിച്ചൊക്കെ പറയാനായിട്ടുണ്ടോ? മല്ലപ്പള്ളി അപ്പച്ചൻ കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇന്നും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് VK സൈമൺ എന്ന് പറയുന്ന ആ ദൈവദാസനായിട്ടാണ്. അതിനൊരു കാരണം ഞാൻ പറയാം. അദ്ദേഹമാണ് എന്നെ ഹാംറൻ എന്ന സ്ഥലത്തേക്ക് കൊണ്ടുചെന്ന് ആക്കിയത്. അപ്പോൾ ആ രീതിയിലൊക്കെ ഒരു അന്യ സംസ്ഥാനത്തിലേക്ക് വേലയ്ക്കായിട്ട് കടന്നു വരുന്ന യുവാക്കന്മാരെ കരുതുകയും അവിടെയുള്ള സീനിയറായിട്ടുള്ളവർ അവരെ ഓരോരോ സ്ഥലങ്ങളിൽ കൊണ്ടുചെന്ന് ആക്കുകയും വേണ്ടുന്ന ബുദ്ധി ഉപദേശങ്ങളും കരുതലുകളും കൊടുക്കുകയും ചെയ്യുന്നത് ഇറ്റ്സ് എ റയറിറ്റി. അത് നമുക്കിന്ന് അന്യം വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് ഞാൻ ഇത്ര പറയാൻ കാരണം? അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ ചെന്നത്. ഹാമറൻ എന്ന് പറയുന്ന സ്ഥലം പറഞ്ഞപ്പോൾ ആ സ്ഥലത്തേക്ക് ഒരു വണ്ടി മാർഗം, ഗോഹട്ടിയിൽ നിന്ന് ഒരു വണ്ടി ഉണ്ടോ എന്ന് അന്വേഷിക്കാനായി അദ്ദേഹം ഒരുപാട് അലഞ്ഞു എനിക്ക് വേണ്ടി. എനിക്ക് ആസാമീസ് അറിയില്ല, അദ്ദേഹത്തിന് ആസാമീസ് അറിയായിരുന്നു. റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നു. റെയിൽവേക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, അവർ തദ്ദേശീയരാണ്, ആസാമികളാണ്. അവർ ചോദിച്ചു, സ്ഥലം ഹാംറൻ, ജില്ല വെസ്റ്റ് കാർബി ആംഗ്ലോങ്. അവർ ചോദിച്ചു, ആർക്കാ ഇപ്പോൾ അവിടെ പോകാൻ താല്പര്യം? പറഞ്ഞു, എൻ്റെ ഒരു പരിചയക്കാരൻ വന്നിട്ടുണ്ട്. അവരുടെ പ്രത്യുത്തരം, ആ പുള്ളിക്ക് ജീവിതം മടുത്തിട്ടുണ്ടാവും, ചാവാനായിട്ടുള്ള പുതിയ വഴികളെ തേടിയിട്ട് പോകുന്നവരെ ആ സ്ഥലത്തേക്ക് പോകാറുള്ളൂ. താൻ അങ്ങോട്ട് പോകരുത്, ആ പുള്ളി എവിടെയെങ്കിലും വേണമെങ്കിലും പോകട്ടെ. കാരണം ആ സമയത്തെ ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്ഥലമായിരുന്നു. എന്നാൽ ഈ ദൈവദാസൻ തിരികെ വന്ന് ഇതൊന്നും എന്നോട് ചോദിക്കില്ല. ഒരേ ഒരു ചോദ്യം. തൃശ്ശൂരുകാരനാണല്ലോ അദ്ദേഹം. ആ തൃശ്ശൂർ ഭാഷയിൽ, ഇന്ന് ഇവിടേക്ക് തന്നെയാ കർത്താവ് വിട്ടേക്കണേ? അപ്പം ഞാൻ പറയും, അതെ. എന്താ എന്തെങ്കിലും പ്രശ്നം? ഏയ്, എന്തിനു പറയുന്നു? 2005 ഒക്ടോബർ മാസത്തിലാണ് ഹാംറനിൽ എത്തിയത്. മരം കോച്ചുന്ന തണുപ്പ. എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഉടുതുണിക്കൊരു മറുതുണി, 500 രൂപയോളം കാശുണ്ട്, ഒരു എവറഡിയുടെ ടോർച്ചും ഒരു ബൈബിളും, ആകെയുള്ള സമ്പാദ്യം. ഒരു കടമുറി വളരെ അന്വേഷണത്തിന് ശേഷം കിട്ടി. അവിടെ ചവിട്ടാൻ പറ്റുന്നില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു കട്ടിൽ വേണം.
അപ്പോൾ കട തന്ന മുതലാളി ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു, ഫർണിച്ചറൊക്കെ എപ്പോൾ വരും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫർണിച്ചർ വരും. അങ്ങനെ കട്ടിൽ അന്വേഷിച്ച് നടന്നു. ഒരു കട്ടിൽ കണ്ടു. 2005 ഒക്ടോബറിലാണ്. വില ചോദിച്ചു 10,000 രൂപ. സ്തോത്രം പാടിയ ശേഷം മുറിയിലേക്ക് വന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിന് വളരെ വിഷമമായി. കാരണം 1 മാസമായി എനിക്ക് വേണ്ടി അദ്ദേഹം വിഷമത്തിലാക്കപ്പെട്ടിട്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ കട്ടിൽ കിട്ടിയിട്ടില്ല. കട്ടിലില്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ നീ ഞാനും മരവിച്ച് ചാകും. നിനക്കാണെങ്കിൽ നോക്കാനൊന്നുമില്ല. മുകളിൽ ആകാശം, താഴെ ഭൂമി. എനിക്ക് ഭാര്യയും 2 പിള്ളേരും ഉണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എപ്പോഴും ഞാൻ പറയാറുണ്ടായിരുന്നു, ഏലിയാവിൻ്റെ കാക്ക വരും. അപ്പോൾ ഈ തവണയും ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അല്പം വിഷമം. അദ്ദേഹം പറഞ്ഞു, നീ കുറേ നാളായി ഏലിയാവിൻ്റെ കാക്ക വരും എന്ന് പറയണത്. എടാ, ഏലിയാവിൻ്റെ കാക്കയെ കർത്താവ് അപ്പവും ഇറച്ചി കഷ്ണവും കൊടുക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്നത്. അത് ഇവിടുത്തെ ഹോട്ടലിൽ കിട്ടും. നമുക്കിപ്പോൾ വേണ്ടത് ഒരു കട്ടിലാണ്. കാക്ക കട്ടിലെടുത്താൽ പൊങ്ങുമോ? അപ്പോഴാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്, അത് ശരിയാണല്ലോ. അങ്ങനെ സംസാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ വാതിലിന് പുറകെ ഒരു ശബ്ദം കേട്ട് അദ്ദേഹം പോയി വാതിൽ തുറന്നു. ഒരു കട്ടിൽ. ചിലരെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, ഇത് ഇത്തിരി കൂടിപ്പോയില്ലേ എന്ന്. അയ്യോ, കർത്താവിന് ഇന്ന് ATM കാർഡിൻ്റെയും ബാങ്ക് അക്കൗണ്ടിൻ്റെയും ഒന്നും സഹായം കൂടാതെ കട്ടിൽ ആവശ്യമെങ്കിൽ എത്തിപ്പാൻ അവൻ ശക്തൻ. നമ്മൾ പാടിയില്ലേ, അന്ന് ചെങ്കടൽ വഴിയൊരുക്കി. ഇന്ന് മോഡി സർക്കാരിനെ വിട്ട് അവിടെ പാലം പണിയിക്കേണ്ട ആവശ്യം കർത്താവിനില്ല. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നല്ലത്. അങ്ങനെ അല്ലെങ്കിലും ഇന്നും ചെങ്കടൽ പിളർത്താൻ അവൻ ശക്തൻ. തുറന്ന് സൈമണങ്ങൾ എന്നോട് പറയാ, കട്ടില്. എന്നിട്ട് പറയാ, കാക്ക കട്ടിലുമായി വന്നു. ആ കട്ടിൽ ഞങ്ങൾക്ക് തന്നയാളുടെ പേര്, അത് ബാംഗ്ലൂർ ഇങ്ങനെ ഒരു മീറ്റിങ്ങിലാണ് ഒരു ദൈവമകൻ എന്നെ ഓർമ്മിപ്പിച്ചത്. മിഥുൻ, ഇഫ് യു ലുക്ക് ബാക്ക് അറ്റ് ദ നെയിം, ഇറ്റ് ഈസ് എ ക്രോ ഇൻഡീഡ് ദാറ്റ് ഡെലിവേർഡ് ദ കോട്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പേര് റോബർട്ട്സൺ ക്രോ എന്ന. സൈമൺ അങ്കിളിൻ്റെ അടുത്ത വാക്ക്, ഞാൻ പോവുക. അതെനിക്കൊരു ഷോക്കായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അന്ന് എന്ത് ഇത്ര പെട്ടെന്ന്? അദ്ദേഹം ഒരു 4-5 വർഷം മുമ്പാണ് അതിൻ്റെ ഉത്തരം തന്നത്. അദ്ദേഹം പറഞ്ഞു, ആ കട്ടിൽ തരുന്നത് വരെ ഞാൻ ചിന്തിച്ചത് നീ ഒരു യോനയാണെന്നാ. ഏതോ ഒരു വൈകാര നിമിഷത്തിൻ്റെ പേരിൽ ഇറങ്ങി പുറപ്പെട്ട ഒരാൾ. എന്നാൽ ആ കട്ടിൽ ദൈവം നിനക്ക് സമയത്ത് കൊണ്ടുവന്ന് തന്നപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ദൈവം നിന്നെ അയച്ചു എന്ന് മാത്രമല്ല, നിന്നെ അയച്ച ദൈവം ഇവിടെ നിന്നോട് കൂടെയുണ്ട്. ഇനി നിനക്ക് ഇവിടെ താമസിക്കാൻ സൈമണിൻ്റെ ഒന്നും ആവശ്യമില്ല. നീ ഇവിടെ, നിന്നെ അയച്ചാൽ നിന്നോട് കൂടി ഇരിക്കുന്ന കർത്താവിനായി നീ ഇവിടെ ജീവിക്കുമെന്ന ഉറപ്പ് എനിക്ക് ആ സമയത്തിൽ കണ്ടു ബോധ്യമായി. ഞാനതുകൊണ്ടാണ് പിറ്റേ ദിവസം തന്നെ വന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആത്മീയ സത്യങ്ങൾ കാലാകാലങ്ങളിൽ പറയുവാൻ ദൈവം സൈമണങ്ങൾ പോലെയുള്ള, ജസനങ്ങൾ പോലെയുള്ള, ഗോട്ടിയിലെ റോയങ്കിൾ പോലെയുള്ള, ആദ്യ നാളുകളിലൊക്കെ റോയങ്ങളുടെ വീട്ടിലായിരുന്നു അവധി സമയങ്ങളിൽ, അല്ലെങ്കിൽ 3-4 മാസം കൂടുമ്പോൾ ചെന്നിരുന്നത്. രാവിലെ അവരുടെ ബൈബിൾ പഠനമുണ്ട്. കുടുംബം, മക്കൾ 3 പേരും അവരും ഒരുമിച്ചിരുന്നത്. ഇങ്ങനെ ഒരുപാട് പേരുടെ പേര് ഓർമ്മ വരുന്നു. റോയി എന്ന് പറഞ്ഞാൽ റോയി പൈൽ IIT-ൽ ജോലി ചെയ്യും. ഓക്കെ, സാധാരണഗതിയിൽ ഇങ്ങനെ പോകുന്നവരൊക്കെ സുവിശേഷമൊക്കെ പറഞ്ഞിങ്ങനെ ആളുകളെ കർത്താവിലേക്ക് നയിക്കാനായിട്ടാണ് ശ്രമിക്കാറുള്ളത്. അതിഭക്തന്മാരായിട്ടുള്ള പലരും ചിന്തിക്കുന്നത് അങ്ങനെയാണ്, നമ്മൾ സുവിശേഷം മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെയായിരുന്നു അവിടെ പ്രവർത്തിച്ചത്, സുവിശേഷ വേല മാത്രമായിട്ട്? അതോ സാമൂഹിക സേവനത്തിന് വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്തുവോ? ഈ സുവിശേഷം പറഞ്ഞ മുഖാന്തരവും അല്ലാതെയും ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ട് എന്തൊക്കെ വ്യതിയാനങ്ങൾ ആ ദേശത്തുണ്ടായത്? നമുക്ക് നാട്ടിൽ നാം അവലംബിക്കുന്ന ഒരു രീതിയുണ്ട്, നമുക്കറിയാമല്ലോ. ബൈബിളും ലഘുലേഖകളും ഒക്കെ എടുത്ത് അത് വായിക്കാൻ അറിയാവുന്ന പലർക്കും നാം അത് വിതരണം ചെയ്യും, കർത്താവിനെ പറ്റി പറയും. പക്ഷെ നാം മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇരുവരുടെയും, കൊടുക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും ഭാഷ ഒന്നായിരിക്കും.
ഈ അറിവ് എനിക്കുണ്ടായിരുന്നില്ല. എന്തായാലും വചനം പറയുന്നതിന് മുമ്പ് ഞാൻ ചന്തയിലേക്ക് ഇറങ്ങി പിറ്റേ ദിവസം കുറച്ച് പച്ചക്കറി വാങ്ങിക്കാനായിട്ട് വളരെ പ്രായമുള്ള അമ്മച്ചിമാരുടെ അടുത്ത്, നിലത്ത് ചാക്ക് വിരിച്ചിരിക്കുന്നവരുടെ അടുത്ത് ഞാൻ പോയി ചോദിച്ചു ചില പച്ചക്കറി. അപ്പോൾ അവർ ചോദിച്ചേ കുപ്പി പൂവ പറോ അറങ്ങെല്ലാം എനിക്ക് താ ചിഹ്നേത്തുമേ. ഞാൻ ഹിന്ദി പറഞ്ഞു നോക്കി, പിപ്പി ജാനെഹലു തബറലിയു അർജു തെക്കേത്തും. ഇത് ചീത്ത പറയുകയാണോ എന്താ പറയുക ഒന്നും മനസ്സിലായില്ല. ഡിഗ്രി പഠിക്കുമ്പോൾ അധ്യാപകന്മാർ പറഞ്ഞത് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ലോകമെമ്പാടും, ഹിന്ദി അറിയാമെങ്കിൽ ഭാരതത്തിൽ എവിടെയും സർവൈവ് ചെയ്യാവുന്ന. എന്താ ഇപ്പോൾ ഫസ്റ്റ് കൾച്ചറൽ ഷോക്ക്, എന്താ ഭാഷ. ഞാൻ ആദ്യം മുറി തന്ന ആ മുതലാളിയുടെ അടുത്ത് പോയി ചോദിച്ചു, എനിക്കൊരു കാർബി, ഇത് ഇവിടെ കാർബി അല്ലാതെ വേറെ സംസാരിക്കില്ല. അപ്പോൾ പറഞ്ഞു കാർബി അല്ലാതെ മറ്റുള്ള ഭാഷ അറിയാവുന്നവരിവിടെ വളരെ ചുരുക്കമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഭാഷ പഠിക്കണം, കാരണം കർത്താവിനെ പറ്റി പറയണമെങ്കിൽ അത് പഠിക്കണമല്ലോ. ഒരു ട്യൂഷൻ ടീച്ചറിനെ അറേഞ്ച് ചെയ്ത് തന്നെ. പറയും ട്യൂഷൻ ടീച്ചറോ, ഈ ഭാഷയ്ക്ക് ലിപി തന്നെ ഇല്ല, പിന്നെ ഞാൻ എവിടെ നിന്ന് ട്യൂഷൻ ടീച്ചറിനെ തരാനാണ്. എങ്കിലും അദ്ദേഹം ഒരാളെ ക്രമപ്പെടുത്തി തന്നു. ആദ്യ നാളുകളിലുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് ചന്തയിലും കടകളിലും പോയി സൗഹൃദം സ്ഥാപിക്കുക എന്നാണ്. വളരെ സംശയദൃഷ്ടിയോടെയാണ് ആ ജനം എന്നെ വീക്ഷിച്ചത്. ഭാഷ എനിക്കറിയില്ല, എനിക്കറിയുന്ന ഭാഷ അവർക്കറിയില്ല. കമ്മ്യൂണൽ വയലൻസ് നടക്കുന്ന സ്ഥലത്താണ്. ബൈദ ഗ്രാമത്തിലേക്ക് ഞാൻ ആദ്യം ചെന്നപ്പോഴും അവരെന്നെ ആട്ടിപ്പുറത്താക്കാനായിട്ടുള്ള സംഗതി ഈ ഭാഷ അറിയില്ല എന്നുള്ള വസ്തുത തന്നെയായിരുന്നു. എന്നാൽ അതിനുശേഷം ഒരു മാസം അവരെന്നെ സ്വീകരിച്ചപ്പോൾ എൻ്റെ അവിടുത്തെ ദൗത്യം 54 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അപ്പോഴാണ് പട്ടണത്തിൽ വന്ന് ഗ്രാമത്തിലെത്തുന്നത്. മണ്ണെണ്ണ വാങ്ങിച്ച് കൊണ്ടു കൊടുക്കുക, മരുന്ന് വാങ്ങിച്ച് കൊണ്ടു കൊടുക്കുക, എന്തെങ്കിലും മറ്റുള്ള സാധനങ്ങൾ അവർക്ക് ആവശ്യമെങ്കിൽ ഗ്രാമവാസികളിൽ ഓരോ വീട്ടുകാർ പറഞ്ഞു തരും. അവരെന്തെങ്കിലും നെയ്യുന്ന കൊട്ടയോ ബാട്ടർ സിസ്റ്റമാണല്ലോ അത് തരും. അത് തോളത്ത് തൂക്കിയിട്ട് പട്ടണത്തിൽ കൊണ്ടുപോയി അത് കൊടുത്തിട്ട് അതിന് പകരം ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഗ്രാമത്തിൽ കൊണ്ടു കൊടുക്കുക. ഇതായിരുന്നു ആദ്യ ചില നാളുകളിലെ ദൗത്യം. ഞാൻ ഒരു കാര്യം പറയട്ടെ, സുവിശേഷം മാത്രം പറയുക എന്നുള്ള ഏക അറിവിനാൽ അവിടെ ചെന്നെത്തിയപ്പോഴും ദൈവം അയച്ചിട്ടുമാണ് പോയത് എന്നുള്ള വസ്തുത, ദൈവം കൂടെയുണ്ട് എന്നുള്ള വസ്തുത, എന്ത് ചെയ്യുവാനും ഓപ്പൺ ടു എവ്രിതിങ്, അതിനുള്ള ഒരു കൃപ ദൈവം എനിക്ക് നൽകി തന്നു. അവർ എന്ത് തന്നെ പണികൾ തന്നാലും സന്തോഷത്തോടെ വിശ്വസ്തയോടെ നെല്ല് കുത്തുവാൻ, മലയിൽ പോയി നെല്ല് ചുമന്നുകൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ധാന്യപ്പുരയിൽ ഇടുവാൻ, ഓല, കാട്ടോല, ഞങ്ങൾക്കെല്ലാം മുളംകുടിലുകളാണ്, കാട്ടോല മേയ്ക്കുമ്പോൾ കാട്ടോല കൊണ്ടുവന്ന് കൊടുക്കുവാൻ, ഇതൊക്കെയായിരുന്നു ആദ്യ നാളിലെ വേല. ദൈവജനം പേടിക്കരുത്, ഇപ്പോൾ നിങ്ങൾ വന്ന് ഇതൊന്നും ചെയ്യണ്ട. ഇതൊക്കെ ആദ്യം അവർ പറഞ്ഞിരുന്ന കാര്യം, എന്തവർ പറഞ്ഞാലും സന്തോഷത്തോടെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആദ്യം ആ സൗഹൃദം, ആ വിശ്വാസം, അതൊക്കെയായിരുന്നു ഇതിലൂടെ അവിടെ പുനഃസ്ഥാപിക്കപ്പെട്ട സത്യങ്ങൾ, മൂല്യങ്ങൾ. ഇതിനൊക്കെ ഭാവിയിൽ വളരെ വിലയുണ്ടായിരുന്നു. ഞാനതൊന്നും ഞെരക്കത്തോടെയോ ദുഃഖത്തോടെയോ അല്ല, മറിച്ച് സന്തോഷത്തോടെ. കൊച്ചുകുട്ടികളായിരുന്നു എൻ്റെ കൂട്ടുകാർ. അവരുടെ മെയിൻ ഹോബി വന്ന് കയ്യിൽ രോമം പറിച്ചു കഴിയുമ്പോൾ ഞാൻ എന്ന് പറയാം, ചിരിക്കും. ചെറിയ ഒരു വട്ടത്തിലുള്ള സാധനമുണ്ട്, അവരുടെ ഭാഷയിൽ ഹമ്പി. പ്രായമുള്ളവർ പണിക്ക് പോയ ഇവർ വന്ന് എന്നെ വിളിക്കും, ഇറങ്ങിച്ചെല്ലണം. അവരെന്നെ കൊണ്ട് പുളിമരം കയറ്റിപ്പിക്കും. എന്നിട്ട് പറയണം, പരദേശി പുളി വീക്കിത്താ. എപ്പോഴും ഒരു പേനയും ഒരു ചെറിയ ഡയറിയും പോക്കറ്റിൽ സൂക്ഷിക്കും. എഴുത്താ ഭാഷ പഠിക്കാൻ. അവർ നമ്മുടെ കാല് വാരും, നമ്മളെ കളിയാക്കും, പക്ഷേ അവർ നമ്മളെ ഭാഷ പഠിപ്പിച്ചു. അപ്പം ഞാൻ പറയുന്നത്, ട്രൈബൽസിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ താമസിക്കുമ്പോൾ ആക്ച്വലി അവരിൽ ഒരാളായി തീരാനായിട്ട് ദൈവം നടത്തിയ വിധങ്ങളെയാണ് ഞാനിപ്പോൾ ദൈവജനത്തോട് പറഞ്ഞത്. ആൻഡ് ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. വന്നു പോകുന്ന ഒരാളേക്കാൾ
അവരിൽ ഒരാളായി മാറുവാനാണ് ദൈവം ആദ്യ നാളുകളിൽ ഉപയോഗിച്ചത്. അത് പിന്നീട് വളരെ ഗുണം ചെയ്തു. സാവകാശം പറയാം. അവിടെ ഏതൊക്കെ തരം മറ്റു പ്രവർത്തനങ്ങളാണ് ചെയ്തത്? അതിനുശേഷം ആദ്യമായിട്ട് കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കാനായിട്ടാണ് ഇടയായത്. അതിന് കാരണം, ഞാൻ ബൈദ എന്ന ഗ്രാമത്തിലാണ് ആദ്യമായിട്ട് എത്തിയത്. അവിടെ നിന്ന് എന്നെ പുറത്താക്കി. പിന്നീട് കുങ്റിപ്പി എന്ന മറ്റൊരു ഗ്രാമത്തിൽ എത്തിച്ചേരുവാനിടയായി. അവിടെ ഒരു ബാപ്റ്റിസ്റ്റ് മിഷൻ സ്കൂൾ ഉണ്ടായിരുന്നു. 4.5 വർഷം അവിടെ അധ്യാപക വൃത്തി ചെയ്തു. ഞാൻ അവരെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതിലും കൂടുതലായി അവരെന്നെ കാർബി പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ 4.5 വർഷം കാർബി പഠിച്ചതിന് ശേഷം എന്നെ പുറത്താക്കിയ ഗ്രാമത്തിലേക്ക് തിരികെ ചെന്നു. അവിടെയും ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. 1 മാസം ആദ്യം എന്നെ അവർ താമസിപ്പിച്ചപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗ്രാമമൂപ്പൻ്റെ മൂത്ത മകന് കണക്ക്, ഹിന്ദി, ഇംഗ്ലീഷ് 3 വിഷയങ്ങളിൽ 1 മാസം ട്യൂഷൻ എടുത്തു കൊടുത്തു. പിന്നീട് 4.5 വർഷത്തിന് ശേഷമാണ് ബൈദ എന്ന ഗ്രാമത്തിലേക്ക് ഞാൻ തിരികെ വരുന്നത്. ആ സമയത്ത് ആ യുവാവായി തീർന്നു. ലോകസ്ഥാപനം മുതൽ 10ഉം 12ഉം ജയിക്കുന്ന ആദ്യത്തെ വ്യക്തി. ആ കുടുംബക്കാർ അത് കണ്ടത് ദൈവം, അവർ വിശ്വസിക്കുന്ന ദൈവങ്ങൾ അവർക്ക് നൽകി കൊടുത്ത അനുഗ്രഹങ്ങളായിട്ടും ആ അനുഗ്രഹങ്ങൾ അവരിലേക്ക് എത്തിക്കുവാൻ ദൈവം എന്നെ മുഖാന്തരമായിട്ട് ഉപയോഗിച്ചു. ഇതാണ് അവരുടെ ഡിഡക്ഷൻ, സമാഹാരം. അപ്പം ഞാൻ 2ാമത് ചെന്നപ്പോൾ എന്നെ അവർ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തു. പലപ്പോഴും നമ്മൾ കരുതും ഒരു ചെറിയ സമയത്തെ ചില കാര്യങ്ങൾ പെട്ടെന്നുള്ള ഫലങ്ങൾ ഉണ്ടാക്കാത്തപ്പോൾ തോന്നും അതൊക്കെ പരാജയമായിരുന്നു. എന്നാൽ എല്ലാത്തിനും ദൈവത്തിന് കൃത്യമായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട്. അത് കുറേ കാലം കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു സംഭവം കാരണം അവരെന്നെ തിരിച്ചു വിളിച്ചു. ആ ഗ്രാമത്തിലൊരു സ്കൂൾ തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. ഓരോ കുട്ടിയും 1 മാസം 1 കിലോ അരി എന്ന ബോണ്ടിൽ സ്കൂൾ ആരംഭിച്ചു. അതിനുശേഷം അവർ തന്നെ പറയുമായിരുന്നു, നാം ഓടിച്ചു വിട്ട ആളെ തന്നെ നമ്മെ കൊണ്ട് ദൈവം തിരിച്ചു വിളിപ്പിച്ചിട്ട് നമ്മുടെ മക്കളെ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുപ്പിച്ചിട്ട് പറയുക, മനുഷ്യരാക്കേണ്ട പണി ഇത് സാറിൻ്റെ, ഇതിനി സാറിൻ്റെ മക്കളാണെന്ന് അവരിടയ്ക്ക് പറയും. സാറിൻ്റെ ദൈവത്തെ പറ്റി ആലോചിക്കാൻ നല്ല രസമാണെന്ന് പറയും അവർ. എന്തായാലും ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വിദ്യാഭ്യാസം എന്ന കാര്യത്തിലൂടെ തുടങ്ങി. ഇനി ഷോർട്ടായിട്ട് പറയട്ടെ, വഴി, വെള്ളം, ആരോഗ്യനില, അതായത് ചെറിയ ക്ലിനിക്ക് പോലെയുള്ള സംഗതികൾ, ബാങ്കിങ് സെക്ടറിൽ ഈ അയൽക്കൂട്ടം പോലെയുള്ള ആ ഗ്രാമത്തിൽ താമസിക്കുന്ന വനിതാ സമാജത്തിന് ഉള്ള പല സർക്കാർ സബ്സിഡി കാര്യങ്ങൾ, ഇങ്ങനെ പല നിലകളിലുള്ള റോളുകൾ ചെയ്യാൻ ഈ 20 വർഷം കൊണ്ട് ദൈവം എടുത്തുപയോഗിച്ചിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എന്നാൽ പല കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഉത്തരമായി മാറാൻ എന്നും ദൈവസന്നിധിയിൽ റെഡിയായിരുന്നു. വിറച്ച കൈകൾ കൊണ്ടാണ് ഞാൻ ആദ്യമായി ഒരു പ്രായമുള്ള സ്ത്രീക്ക് IV ഡ്രോപ്സ് കൊടുക്കുന്നത്, വേറെ ആരുമില്ലാത്ത കാരണം. അവിടെയുള്ള മെഡിക്കൽ സൂപ്രണ്ട്, സർക്കാർ ആശുപത്രിയിലെ മെഡിക്കൽ സൂപ്രണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്ത് എമർജൻസി കേസ് വന്നാലും ഏത് പാതിരാത്രിയും I will be available for you. കാര്യം പറയും, അദ്ദേഹം ഫോണിലൂടെ മരുന്ന് കുറിക്കാൻ പറയും, അത് പോയി വാങ്ങിച്ചു കൊണ്ടുവരും, കൊടുക്കും. ഇനി എന്തൊരു മണ്ടത്തരമാണ് ചെയ്തതെന്ന് ഒരു ഉദാഹരണം പറയാം. ഇങ്ങനെ ഒരിക്കലും ദൈവജനം ചിന്തിക്കരുത്, ഇതൊക്കെ ഇങ്ങനെ ഓർഡറായി സ്ട്രക്ചറായി ചെയ്യുവാൻ ഭയങ്കര കഴിവാണല്ലോ. വെറും പൊള്ളയാ. ഒരു തവണ മലേറിയയുടെ മരുന്നൊക്കെ എഴുതി. അപ്പോൾ ഡോക്ടർ എന്ത് കരുതി, കേരളത്തിൽ നിന്ന് വന്ന ആളല്ലേ, ഈ IV ഡ്രോപ്സ് കൊടുക്കാൻ നേരത്ത് ഈ റിസ്റ്റ് ബാൻഡ് പോലെ ഒരു സാധനം ഇട്ട് മുറുക്കും, എന്നാലേ വെയിൻ കാണുള്ളൂ. ഇത് വാങ്ങിക്കണമെന്ന് ഇദ്ദേഹത്തിന് അറിയാമായിരിക്കുമെന്ന് കരുതി അത് എഴുതിയില്ല. ഞങ്ങൾ മരുന്നെല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്നു.
അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞരമ്പ് തപ്പണം. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഈ മുറുക്കണ ബാൻഡ് എന്തിയേ? അപ്പം പറഞ്ഞു, അത് സാറ് എഴുതിയായിരുന്നോ? അപ്പോഴാണ് ചിന്തിക്കുന്നത്, അത് എഴുതിയിട്ടില്ല. ഞരമ്പ് കിട്ടാതെ എങ്ങനെ മരുന്ന് കയറ്റും? അവസാനം എങ്ങനെയാണ് ചെയ്തത്? ഭർത്താവിനെ കൊണ്ട് കൈയുടെ ഒരു ഭാഗം മുറുക്കി പിടിപ്പിച്ചു, തോർത്തുമുണ്ടിട്ട് വരിഞ്ഞ് കെട്ടി, എൻ്റെ ഈ വലിയ കൈ കൊണ്ട് ആ കൈ ഞെക്കി 15 പ്രാവശ്യമോ മറ്റോ കുത്തിയിട്ടാണ് എൻ്റെ കണ്ണിൽ നിന്ന് അവസാനം കണ്ണുനീര് വീണു. പക്ഷെ അവിടെ കിടക്കുന്ന ആ പ്രായമുള്ള സ്ത്രീ ഡീഹൈഡ്രേറ്റഡിൻ്റെ അങ്ങേയറ്റം ആയതുകൊണ്ട് വേദന അറിഞ്ഞില്ല. പലപ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോൾ ആലോചിക്കും, ദൈവജനം എവിടെയാണ്? ഇങ്ങനെയൊക്കെ പല മേഖലകൾ ഇന്നും തുറന്നു കിടക്കുന്നു. സോ ആഹ്വാനമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പ്ലീസ് കം ആൻഡ് ഹെൽപ്പ്. ഈ വഴി ഉണ്ടാക്കിയ കാര്യമൊക്കെ പറഞ്ഞല്ലോ. എന്തു ദൂരം നേരത്തെ നടപ്പാത വഴിയൊക്കെ പോകണമായിരുന്നു? എങ്ങനെയുള്ള നടപ്പാതയായിരുന്നു? ഇപ്പം എന്ത് പുരോഗതിയാണ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്? ആദ്യം 15 വർഷം നടന്നുകൊണ്ടിരുന്നത് 16 കിലോമീറ്ററാണ് വൺ സൈഡ്. അത് 6:30 മുതൽ 7 മണിക്കൂർ വരെ എടുക്കുമായിരുന്നു. കാരണം കുന്നിൻ പ്രദേശങ്ങൾ മാത്രമാണ്, മലയോര പ്രദേശങ്ങൾ. ഏകദേശം 3000-3500 അടി ഉയരമുള്ള മല. ഒന്ന് കയറും, ഒന്ന് ഇറങ്ങും, പിന്നെയും കയറും, പിന്നെയും ഇറങ്ങും. ഇങ്ങനെയാണ് ഗ്രാമത്തിൽ എത്തിയിരുന്നത്. എന്നാൽ മറ്റൊരു ഭാഗത്തിൽ കൂടി സർക്കാരിൻ്റെ വഴി ഒരു 7 കിലോമീറ്റർ അകലെ വരെ എത്തി നിന്നിരുന്നു. അങ്ങനെയാണ് ആ 7 കിലോമീറ്റർ ഗ്രാമത്തിലേക്കുള്ള വഴി വെട്ടുവാനും ദൈവജനത്തിൽ കൂടി ദൈവം വലിയ ഒരു കരുണ ആ ജനത്തോട് കാണിച്ചു. ഇന്ന് നടക്കേണ്ടുന്ന ആവശ്യമില്ല. മണ്ണിട്ട വഴിയാണെങ്കിലും ഒരു വഴി, അവിടെ വരെ എത്തുന്ന ഒരു വഴി ദൈവം അവർക്ക് തന്നു. ഈ പ്രവർത്തനങ്ങളിലൊക്കെ ധാരാളം പേര് നേരിട്ട് വന്നൊക്കെ സഹായിച്ചിട്ടുള്ളവർ കാണും. ഇവിടെ സ്കൂൾ കെട്ടിടം പണിയുന്നതിനും അല്ലെങ്കിൽ റോഡ് പണിയുന്നതിനും അങ്ങനെയൊക്കെയുള്ള അനേകരെ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ചെറിയൊരു വിവരണം തരാമോ? ഈ വഴി നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ ദൈവം ഉപയോഗിച്ച വ്യക്തി നേരത്തെ പറഞ്ഞ കട്ടിൽ തന്ന റോബർട്ട്സൺ ക്രോ എന്ന ബാപ്റ്റിസ്റ്റുകാരനായ തദ്ദേശീയനെയാണ്. അദ്ദേഹം ഒരു കോൺട്രാക്ടറാണ്. അദ്ദേഹം ഈ വഴി വെട്ടിത്തരുവാനായിട്ടുള്ള കാരണം മറ്റൊന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു വഴിയില്ലാത്തത് കൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ലാത്തത്. അപ്പോൾ ഒരു വഴി ഞാൻ എന്തായാലും വെട്ടി തന്നിട്ട് കാര്യമുള്ളൂ, നിൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വരുമല്ലോ. അങ്ങനെ അദ്ദേഹമാണ് JCBയും 7.25 മാസം JCB വന്ന് പണിയെടുത്തിട്ടാണ് ഈ വഴി അവിടേക്ക് ഉളവായത്. ദൈവജനമേ, പലപ്പോഴും കാശിന് പകരം, ഞാനിത് എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്, കാശിന് പകരം ദൈവം ഇങ്ങനെയുള്ള ചില വ്യക്തികളെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ കാശുണ്ടായിട്ടല്ല, നമ്മുടെ കയ്യിൽ ഉള്ള വലിയ ക്ഷമത കൊണ്ടൊന്നുമല്ല പല കാര്യങ്ങളും അവിടെ ദൈവം ചെയ്തിട്ടുള്ളത്. എന്നാൽ പിന്നീട് സ്കൂൾ കെട്ടിടത്തോടുള്ള ബന്ധത്തിലായാലും കേരളത്തിൽ നിന്ന് 50 വയസ്സിന് മുകളിലുള്ള പല സ്ഥലം സഭകളിൽ ശുശ്രൂഷ ചെയ്യുന്ന മൂപ്പന്മാർ, ശുശ്രൂഷകന്മാരായിട്ടുള്ള പല ദൈവമക്കൾ അവിടെ കടന്നു വരുവാനായിട്ടിടയായി. സ്വമേധയ അവിടെ പാർത്ത് 2 ഘട്ടങ്ങളായി നല്ലൊരു കെട്ടിടം അവിടെ അവർ പണി തീർത്തിട്ട് പോകാനായിട്ടിടയായി. ആ പാവം അങ്കിൾമാർക്ക് ഒന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. കാരണം തണുപ്പ് മാസങ്ങളിലാണ് അവർ വന്നത്. പാവങ്ങളോട് ആരോ പറഞ്ഞു, നവംബറിലൊന്നും അവിടെ വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല. അവരത് കാരണം തണുപ്പിനുള്ള കാര്യമായിട്ടൊന്നും കരുതിയിരുന്നില്ല. അവരുടെ വർക്കിംഗ് ടൈം 50 വയസ്സ് മുകളിൽ പ്രായമുള്ളവരാണ്. അവരുടെ വർക്കിംഗ് ടൈം രാവിലെ 7:30 മുതൽ രാത്രി 8:30 വരെയായിരുന്നു. ഇനി ഭക്ഷണത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ. ഗ്രാമത്തിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ഒരേ വികാരമായിരിക്കും. കാരണം അധികം എണ്ണയും മസാലയും ഒന്നും ഇല്ലാത്തൊരു നാടാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് പണി കഴിഞ്ഞ് അവർ കുളിക്കുന്ന വെള്ളം അങ്കമാലി ഭാഗത്തേക്ക് ഒതുമ്പെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൽ കുളിച്ച് കയറിയാൽ ചൊറിയാൻ തുടങ്ങും. ഇതെല്ലാം കഴിഞ്ഞ് ഭക്ഷണത്തിങ്കിലേക്ക് വരുമ്പോൾ അതിനും ഒരു സ്വസ്ഥതയില്ല.
ഇനി അതും പോട്ടെ, എന്നാൽ ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാന്ന് പറഞ്ഞാൽ എല്ല് തുളച്ച് കയറുന്ന തണുപ്പാണ്. എന്നാൽ ആ സ്കൂൾ കെട്ടിടത്തിൻ്റെ ദിവസം പ്രാർത്ഥിച്ച് അത് തുറക്കുന്ന ദിവസം ആ ഗ്രാമമൂപ്പൻ എഴുന്നേറ്റ് നിന്നൊരു കാര്യം പറഞ്ഞു. മിഷണറിമാരാണ് സുവിശേഷം ആദ്യമായിട്ട് ഈ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ മിഷണറിമാരിൽ കൂടെ കേട്ടറിഞ്ഞിട്ടുള്ള ദൈവത്തെ അവർ അന്ന്, ആ ഗ്രാമമൂപ്പൻ്റെ സാക്ഷ്യമാണ്, ആ ദൈവം ഇന്നും ഈ ബൈതയിലുള്ള ഞങ്ങളെ അറിയുന്നു, കരുതുന്നു, സ്നേഹിക്കുന്നു എന്നുള്ളത് എനിക്ക് ഇന്ന് മനസ്സിലായി. തിരികെ പോകാൻ നേരത്തെ അങ്കിൾമാർ പറഞ്ഞു, എന്നെ വിളിക്കുന്നൊരു പേരുണ്ട്, എടോ നല്ലവനായ ദുഷ്ട, താനും തൻ്റെ സ്വീകരണവും ഒക്കെ ചിന്തിച്ച ഈ പരിസര പ്രദേശത്തേക്ക് വരുവാൻ തോന്നില്ല. എങ്കിലും ദൈവനാമം അതിനെ ഉയർത്തുന്നവർ, ആ ഗ്രാമമൂപ്പനെ പോലെയുള്ളവർ, ദൈവത്തിൻ്റെ ജീവിക്കുന്ന കരം ഈ ഭാഗത്ത് വളരെ വിസിബിളാണ്, ദൃശ്യമാണ്. ആ ഒരു കാര്യം മതി, ഇനിയും ഞങ്ങൾ ഇങ്ങോട്ട് വരും. ഇവിടെ ജീവനുള്ള കാലത്തോടത്തോളം കൈ താങ്ങുവാൻ കഴിയുന്ന എല്ലാ കാര്യത്തിനും ഇനി ഞങ്ങളുണ്ട്. വി ആർ ദെയർ. എനിക്ക് ദൈവം നൽകി തന്ന വലിയ ആശ്വാസമായിരുന്നു അവർ. അവരവിടെ ഉണ്ടായിരുന്ന എല്ലാ ദിവസവും 5:30 എഴുന്നേറ്റ് മാസവേലയുടെയൊക്കെ സമയം പോലെ പാട്ട് തുടങ്ങും. ഉച്ചത്തിൽ പാടി കർത്താവിനെ സ്തുതിച്ച് ആരംഭിക്കുന്ന സുപ്രഭാതം. വചനം വായിക്കും, ധ്യാനിക്കും, രാത്രി സ്തോത്രം ചെയ്ത് കിടക്കും. മാസവേലയുടെ ചെറുപ്പത്തിലെ നാളുകളെയാണ് ദൈവം തന്നത്. അവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. പിന്നെ മാത്യൂസ് ജോണി എന്ന് പറയുന്ന ഒരു യുവാവിനെയും അങ്കമാലിയിൽ നിന്ന് കർത്താവ് അയച്ചു. അവിടുത്തെ സ്കൂളിൽ 1.5 വർഷത്തോളം അദ്ദേഹം പഠിപ്പിച്ചു. സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുവാനായിട്ടാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. അദ്ദേഹം അത് ഭംഗിയായി ചെയ്തു. അവിടുത്തെ കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ തുടങ്ങി. അതോടുകൂടി അയൽഗ്രാമങ്ങളിൽ നിന്നുള്ളവർ, മറ്റു പട്ടണങ്ങളിലായിരുന്നു അവരുടെ മക്കളെ പാർപ്പിച്ചിരുന്നത്, പഠിക്കുവാനായി അവരെയെല്ലാം വിളിച്ചു. ബൈതയിൽ ഒരു ചെറിയ ഷെഡ് പോലെ വെച്ച് കെട്ടി അവിടെ പ്രായമുള്ള അപ്പച്ചന്മാരെ അമ്മച്ചിമാരെയൊക്കെ താമസിപ്പിച്ച് ഈ കുട്ടികളെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് പറഞ്ഞു വിടുവാനായിട്ടിടയായി. അങ്ങനെ അവരുടെ മാതാപിതാക്കന്മാർ ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ പലപ്പോഴും വരികയും പല ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ നമ്മളോട് പ്രാർത്ഥിക്കണമെന്ന് പറയുകയും ആ ഗ്രാമങ്ങളിലേക്കുള്ള ആക്സസ് നമുക്ക് ഉണ്ടായി വരുവാനായിട്ടിടയായി. അപ്പോൾ മാത്യൂസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ അനേക മാസങ്ങൾ ഇതുപോലെയുള്ള ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു. അതെന്ത് അവരുടെ പ്രതികരണത്തിൽ, നേരത്തെ പറഞ്ഞ സാക്ഷ്യങ്ങളൊക്കെ അത് ഒഴിവാക്കിക്കൊണ്ട് നോക്കിയാൽ സുവിശേഷത്തോടെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാനിടയായോ? ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. ഈ കഴിഞ്ഞ വർഷം നടന്ന ഒരു സംഭവമാണ്. ഈ കാർബികളായിട്ടുള്ള തന്നെ പട്ടണത്തിലുള്ള ചില തദ്ദേശീയർ ആ ഗ്രാമത്തിലേക്ക് വരുവാനായിട്ടിടയായി. എന്നിട്ട് ഗ്രാമമൂപ്പന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, എന്തിനാ കേരളത്തിൽ നിന്ന് ഒരാൾ വന്ന് ഇത്രയുമൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു ലാക്ക് കാണില്ലേ? അപ്പോൾ 14 മൂപ്പന്മാരുള്ളതിൽ ഒരു മൂപ്പൻ മാത്രമാണ് നമുക്ക് അനുകൂലം. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഒരു പക്ഷെ കണ്ടേക്കാം, എനിക്കതറിയില്ല, മനുഷ്യൻ്റെ മനസ്സിനുള്ളിലെ കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്നു, ഇവിടെ എൻ്റെ ഈ ഗ്രാമത്തിൽ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ജീവനുള്ള, ആ ഒരു വാക്കാണ് എപ്പോഴും അവരുടെ ഇടയിൽ ദൈവത്തെപ്പറ്റി സൂചിപ്പിക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത്, ജീവനുള്ള ഏക സത്യ ദൈവം, ആ ദൈവം നമുക്ക് നൽകി തരുന്നുവെന്ന്. ദൈവത്തെ കണ്ടുകൂടാ, എങ്കിലും ഇവിടെ എൻ്റെ കൊച്ചുമക്കളും മക്കളും അക്ഷരം അഭ്യസിക്കുന്നു. ഒരുപാട് മരണങ്ങളുണ്ടായ ഈ സ്ഥലത്ത് മരണത്തോത് കുറഞ്ഞിരിക്കുന്നു. നടന്ന് ഊപ്പാട് വന്ന സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് ചരക്ക് വണ്ടിയിൽ കയറിയിട്ടാണെങ്കിലും ചന്തയിൽ പോകാം. രോഗം പിടിപെട്ടാൽ അവിടെ നിന്ന് വൈദ്യന്മാർ ഇങ്ങോട്ട് വണ്ടി ഓടിച്ച് എത്തുകയും ചെയ്യും. ഇതൊക്കെ ഈ സാറിലൂടെയാണ് നമുക്ക് ലഭ്യമാക്കപ്പെട്ടത്. ഇനി നിങ്ങൾ പറയുന്ന പോലെ ലാക്ക്, ശരി, നമുക്ക് സാറിനെ പുറത്താക്കാം,
നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വന്ന് നാളെ മുതൽ സാറി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അങ്ങോട്ട് നടത്ത്. സാറിൻ്റെ പോലെ ആയിരിക്കണം. ചാവാൻ കിടന്നാലും തിരിച്ചു പോകരുത്. അപ്പം അവർ പറഞ്ഞു അതൊന്നും നടക്കില്ല, ഞങ്ങൾക്ക് ഭാര്യയും കുട്ടികളൊക്കെയുണ്ട്. അപ്പം ഗ്രാമൂപ്പൻ പറഞ്ഞു അങ്ങനെയാണ് എങ്കിൽ ഇനി ഇതും പറഞ്ഞ് ഈ ഗ്രാമത്തിലേക്ക് ഇനി മുഖം കാണിക്കരുത്, ഫൈൻ അടച്ചേ വിടുകയുള്ളൂ. 2 ദിവസം കഴിഞ്ഞ്, ഞാനിതൊന്നും അറിയുന്നില്ല, 2 ദിവസം കഴിഞ്ഞ് ആ ഗ്രാമൂപ്പൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, സാറേ ഇങ്ങനെ ചിലർ വന്നിരുന്നു, സാർ അറിഞ്ഞോ? എന്നിട്ട് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു വാചകം പറഞ്ഞു, അവരോട് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ സാറിൻ്റെ മേലുള്ളൊരു വിശ്വാസമുണ്ട്, അത് സാറ് കാത്തു സൂക്ഷിക്കണം, എന്നെ ഗ്രാമസഭയിൽ ലജ്ജിതനാക്കരുത്, സാറത് കാത്തു സൂക്ഷിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് സാറേ ഞാൻ അവരോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ദൈവം അതിനും ശക്തൻ, ഞാനും ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ദൈവജനമേ, നാം ദൈവിക കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടേതായിട്ടുള്ള വലിയ നിയമങ്ങളും ചട്ടങ്ങളും ഒന്നും ഇട്ട് ABCD 1 2 3 ഇങ്ങനെയൊക്കെ ചില വഴികൾ വരയ്ക്കാതെ അവൈലബിളായി ആ ദൈവത്തിൻ്റെ കയ്യിൽ താണിരുന്നാൽ ഇങ്ങനെയുള്ള ചിലരെയൊക്കെ ദൈവം എഴുന്നേൽപ്പിക്കും. സമൂഹത്തിൽ പ്രതികൂലങ്ങളുടെ കാറ്റടിക്കുന്നതിന് മധ്യേയും സമൂഹത്തിന് നൽകേണ്ടുന്ന ഉത്തരം അവർ നൽകി കൊടുക്കും. ബി അവൈലബിൾ, റെഡി ആസ് എ ക്ലെൻസ്ഡ് വെസൽ ഇൻ മാസ്റ്റേഴ്സ് ഹാൻഡ്. പൗലോസ് തിമോത്തിയോട് എഴുതിയ പോലെ തന്നെ മണ്ടത്തരങ്ങൾ പോലും വിനയ്ക്ക് കാരണമായി തീർക്കാതെ കർത്താവ് കാത്തുപരിപാലിക്കും. ഇന്നവിടെ ഒരു സ്ഥലം സഭയുണ്ട്. കർത്തൃമേശയിലുള്ള 2 കുടുംബങ്ങൾ, സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്ന 3 കുടുംബങ്ങൾ, 15ഓളം സ്കൂളിൽ പഠിക്കുന്ന അയൽഗ്രാമങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികൾ, ഇങ്ങനെ ഞങ്ങൾ ഒരു 10-25 പേർ എല്ലാ ആഴ്ചയും അവിടെ കൂടി ജീവനുള്ള ദൈവത്തെ ആരാധിക്കുകയും കർത്തൃമേശ അതിലൊക്കെ പങ്കുകൊള്ളുകയും ജീവനുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുമ്പോൾ ഓർക്കണം, ഗ്രാമമൂപ്പന്മാർ പല സ്ഥലങ്ങളിലും പുറത്താക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഗ്രാമങ്ങളിൽ ഞങ്ങൾക്ക് മാത്രം ഓരോ സ്ഥലം തിരിച്ചു തരികയും നിങ്ങൾ എങ്ങോട്ടും പോണ്ട, നിങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഭാഗമാണ്, ആരെങ്കിലും വന്ന് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. അങ്ങനെ അവർ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തൊരു സ്ഥലം നമുക്ക് തന്നിരിക്കുകയാണ്. പലപ്പോഴും എനിക്ക് പറയുവാനായിട്ടുള്ള കഴിവില്ലാത്തപ്പോൾ ദൈവം ഈ ഗ്രാമമൂപ്പനിലൂടെയാണ് അവിടെ ദൈവം ചെയ്യുന്ന അനേക കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഡിഫെൻഡ് ചെയ്യുവാനിടയായിരിക്കുന്നത്. നമുക്കായി പ്രവർത്തിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. സ്തോത്രം. ഈ മിഷൻ പ്രവർത്തന കാലയളവിലുണ്ടായ മറക്കാനാകാത്ത 1-2 അനുഭവങ്ങളൊന്ന് വിവരിച്ചു തരാമോ? ആദ്യമായിട്ടുള്ള ഒരു എന്നും ഓർക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സംഭവം, ഞാൻ പറഞ്ഞല്ലോ അവിടേക്ക് എത്തുവാനുള്ള കാരണം ഇതാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഒരു യുവാവ് ഒരു സായാഹ്നത്തിൽ വന്ന് എൻ്റെ കുടിലിരുന്നു. ആദ്യം ഞാൻ ഒറ്റയ്ക്കാണ് 5 വർഷത്തോളം ഒരു കുടിലിൽ താമസിച്ചത്. ആ യുവാവ് പറഞ്ഞു, സാറേ, ഞാൻ പട്ടണത്തിൽ പോയപ്പോൾ കർത്താവിനെ പറ്റി എൻ്റെ ചേച്ചിയിൽ നിന്ന് കേൾക്കുവാനായിട്ടിടയായി. അവർ ബാപ്റ്റിസ്റ്റുകാരാ. അപ്പോൾ ഞാൻ സേവിക്കുന്ന ആത്മാക്കൾ പേടിപ്പെടുത്തുന്ന കാരണം ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചു, യേശുവേ, നീയാണ് യഥാർത്ഥ ദൈവമെങ്കിൽ ഈ ഭൂതങ്ങളെയൊക്കെ ഓടിച്ചു കളഞ്ഞ് എനിക്ക് ഉറങ്ങാൻ പറ്റണം. അദ്ദേഹം പറഞ്ഞു, 3 രാത്രി ഞാൻ സമാധാനത്തോടെ ഉറങ്ങി. അങ്ങനെ ചേച്ചിയോട് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. അപ്പോൾ ചേച്ചി പറഞ്ഞു, നിന്നെ ഇങ്ങോട്ട് ഗ്രാമൂപ്പൻ്റെ മകനായിരുന്നു, നിന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് അപ്പനാണല്ലോ, പോയി അനുവാദം ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. ബൈദയിലേക്ക് പോയി അനുവാദം ചോദിച്ചു. അവനെ വിട്ടില്ല.
ബൊക്സോങ്, ചെസോങ് എന്നാണ് അവൻ്റെ പേര്. അന്ന് അവനൊരു തീരുമാനമെടുത്തു. എന്നെങ്കിലും ഒരു കാലത്ത് കർത്താവിനെ പറ്റി പറയുന്ന ഒരാൾ എൻ്റെ ഗ്രാമത്തിൽ വരികയും അദ്ദേഹം കർത്താവിനെ പറ്റി പറയുകയും ചെയ്യുന്ന നാൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോകും, അദ്ദേഹത്തിൽ നിന്ന് കേൾക്കും, അദ്ദേഹത്തോടൊപ്പം ചേരും. 5 വർഷമായിട്ട് ഈ ബൊക്സോങ് ആ ഗ്രാമത്തിൽ കർത്താവ് അയക്കുന്ന ആളെയും കാത്ത് വെയിറ്റ് ചെയ്യുക. ഇതൊക്കെ എങ്ങനെ കരളിനെ കുളിർമയേകാതിരിക്കും? അദ്ദേഹത്തോട് വചനം പറയുവാനായിട്ടിടയായി, രക്ഷിക്കപ്പെടുവാനിടയായി. എന്നാൽ പിന്നീട് അദ്ദേഹത്തെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പുറത്ത് ബാപ്റ്റിസ്റ്റുകാരുടെ അടുക്കൽ ചെല്ലുവാനും അവരുടെ കയ്യിൽ കീഴിൽ സ്നാനമേൽക്കുവാനും ഇടയായി. ഇന്ന് അദ്ദേഹം ബാപ്റ്റിസ്റ്റുകാരുടെ സുവിശേഷകനാണ്. വല്ലപ്പോഴെങ്കിലും പട്ടണത്തിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കാണും, വളരെ വിരളമായിട്ട് സംസാരിക്കാറുണ്ട്. ഇത് ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, യോബ് ഒരു തവണ പറഞ്ഞു, എൻ്റെ ശ്വാസം ദൈവത്തിൻ്റെ ദാനമാകും. ആർമി ഓപ്പറേഷൻ അവിടെ നടക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ ഭീകരന്മാർ ഒളിച്ചിരുന്നു. ഞാനിതൊന്നും അറിഞ്ഞില്ല. അങ്ങനെ ആർമി ഓപ്പറേഷനായി ഗൂർഖ റെജിമെൻറ്റിൽപ്പെട്ട ചിലർ സ്നൈപ്പർ ഗൺസൊക്കെ ആയിട്ട് വന്ന് അവർ പോകുന്ന ട്രയൽസിൽ, കാട്ടുപാതകളിൽ ഒളിയിരുന്നു. അവരുടെ ക്യാമ്പിൻ്റെ തൊട്ടടുത്തായിരുന്നു, 200 മീറ്റർ വ്യത്യാസത്തിലായിരുന്നു എൻ്റെ കുടിൽ. ആ ഭാഗത്ത് എൻ്റെ കുടിൽ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം ഞാനൊരു ഗ്രാമവാസിയായിട്ട് കാട്ടിൽ മരം വെട്ടാൻ പോയി, ടോയ്ലറ്റ് ഒക്കെ ഒന്ന് ശരിയാക്കാൻ. അങ്ങനെ സൗണ്ട് കേട്ട് ആ ഭാഗത്തേക്ക് ഇവർ വരുവാനായിട്ടിടയായി. ആ ഗൺ ഞങ്ങളുടെ നേരെ പോയിൻ്റ് ചെയ്തു. അപ്പോൾ അതിൽ ഈ എന്തായാലും പറയുന്നതെന്ന് അറിയില്ല, ടാർഗറ്റ് ചെയ്യാനായിട്ട് ബൈനോക്കുലർ പോലെ അതിനുള്ളുണ്ട്. അതിലൂടെ നോക്കിയപ്പോൾ എൻ്റെ കൂടെ വെട്ടിയിരുന്ന ഒരാളെ കണ്ടു. അദ്ദേഹം താഴെ തോർത്തുമുണ്ടേ ഉടുത്തിട്ടുള്ളൂ, മുകളിൽ ഒന്നുമില്ല. അപ്പോൾ അതൊരു ഗ്രാമവാസിയാണെന്ന് മനസ്സിലായി. പിന്നീട് എൻ്റെ നേരെ ആ തോക്ക് തിരിച്ചു. അപ്പോൾ എന്നെ നോക്കുമ്പോൾ ഒരു കറുപ്പുമിട്ട് ഒരു വലിയ മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഇത് ഈ ഭീകര സംഘടനയുടെ ഏതെങ്കിലും ഒരു നേതാവാണെന്ന്. അദ്ദേഹം കാഞ്ചി വലിക്കാനായിട്ട് പോയി. ആ സമയത്താണ് ഞാൻ ഇതൊന്നും അറിയാതെ ഇങ്ങോട്ട് തിരിയുന്നത്. അപ്പോൾ അദ്ദേഹം എൻ്റെ മുഖം കണ്ടു, എൻ്റെ താടി കണ്ടു. കാഞ്ചിയിൽ നിന്ന് അദ്ദേഹം കൈമാറ്റി. മുഖം ശ്രദ്ധിച്ചു. ഇത്രയൊക്കെ വണ്ണവും നീളവും ഒക്കെ ഉള്ളത് പഠാൻ, നോർത്ത് ഇന്ത്യയിലെ പഠാൻ ആ വർഗക്കാരാണ്. അവരാണെങ്കിൽ CRPF റെജിമെൻറ്റ്, ആർമി റെജിമെൻറ്റിലൊക്കെ വിശ്വസ്തരായിട്ടുള്ള ഒരാൾക്കാരാണ്. ഈ മനുഷ്യൻ എങ്ങനെ ഇവിടെ എത്തി? ഞാനിതൊന്നും അറിയുന്നില്ല. പിറ്റേ ദിവസം അവർ ഭീകരവാദികളെ ചിലരെയൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചു പോകുന്ന വഴി ഞാനും ക്ലാസ് കഴിഞ്ഞ് ജിർസോങ് എന്നൊരു പയ്യനുമായി എൻ്റെ കുടിലേക്ക് വരുന്ന സമയം അവരെന്നെ തടഞ്ഞു നിർത്തി. എന്നിട്ട് അദ്ദേഹം എന്നെ വെടിവെക്കാനായിട്ട് പോയ ആ ആൾ പറഞ്ഞു, താൻ ആരാ? താൻ ഇവിടെ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കേരളത്തിൽ നിന്ന് വന്ന ഒരാളാണ്, ഇപ്പോൾ കുട്ടികളെ പഠിപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം. അദ്ദേഹം എന്നോട് പറഞ്ഞു, തൻ്റെ താടി ഇന്നലെ ഇല്ലായിരുന്നെങ്കിൽ താൻ ഇന്ന് ജീവിക്കുന്ന ശവമാണ്. അദ്ദേഹമാണ് ഈ കാര്യങ്ങൾ എന്നോട് വിവരിച്ചത്. എനിക്ക് അദ്ദേഹത്തോട് പറയണമെന്നുണ്ടായിരുന്നു, കാഞ്ചി വലിക്കാൻ ആയിട്ട് കഴിയാതിരുന്നത് എൻ്റെ താടി കൊണ്ടല്ല. കാഞ്ചിക്കും വിരലിനുമിടയിൽ പോലും ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. നാം പാടുന്നില്ലേ, ബഹുവിപത്തുകൾ എഴുന്ന ഭൂവിൽ നമ്മയൊക്കെ തൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാക്കുന്ന ദൈവം. പലതും നമ്മൾ അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. അതാണ് അവിടെ ഇരിക്കുന്ന രൂപ്മിലി എന്ന കൊച്ചുമകൾ. അധികം വിശദീകരിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് കരുതുന്നു. ഇങ്ങനെ ഒരുപാട് ദൈവം നടത്തിയ അവസരങ്ങൾ ദൈവനാമമാത്രത്തിനായിട്ട് പറയാനുണ്ട്.
പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വിശദീകരിക്കാം. യാ, ഈ മലേറിയയുടെ കാര്യത്തിൽ ഏകദേശം ഹാഫ് സെഞ്ചുറിയൊക്കെ ആകാറായെന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഈ മലേറിയയൊക്കെ ബാധിച്ചിട്ടും വീണ്ടും ശക്തമായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ആ ശക്തി, ആ സ്രോതസ് എവിടെ നിന്നാണ്, എന്താ? ഇവിടെ നിന്ന് തീവണ്ടി ആദ്യം കയറുമ്പോഴേ ഒരേ ഒരു ആശ്വാസവാക്കേ, ഒരേ ഒരു ദൈവിക വചനമേ ഹൃദയത്തിൽ ദൈവം ആഴത്തിൽ പതിപ്പിച്ചത്: സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. അന്ന് ഞാൻ ഒന്ന് മനസ്സിലാക്കി, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾക്കും ബുദ്ധിപരമായിട്ടല്ല, ദൈവം തരുന്ന സമാധാനത്തിനനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള യാത്ര. ഈ മലേറിയയോടുള്ള കാര്യത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ ശരിയാ, വേദനാജനകമാ, ഏകാന്തതയുണ്ട്, അതൊക്കെ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ താളടിയായി പോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ശരിയാണ്, ഒരു നർമ്മമായിട്ടൊരു കാര്യം പറഞ്ഞാൽ, മലേറിയ പിടിച്ചിട്ടുള്ളവരൊന്ന് കൈവെക്കാമോ? സ്തോത്രം, ഒരാളെങ്കിലും ഉണ്ടല്ലോ. ഇത് ഒരു ദിവസം മുഴുവനൊന്നും നിൽക്കില്ല. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് എടുത്ത് കുടയും, വിറയ്ക്കും. തുള്ളൻ പനി എന്നാണ് ആദ്യം വിളിച്ചിരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വിയർക്കും. അത് താൽക്കാലികമായിട്ട് നമ്മുടെ ശരീരത്തെ വിട്ടുപോകും. ഭയങ്കര തളർച്ചയാണ്. ഈ തളർച്ച വെച്ചുകൊണ്ടാണ് കിടന്ന് റെസ്റ്റ് ചെയ്യാൻ സമയമില്ല, നടന്നു തുടങ്ങണം. അടുത്ത റിലാപ്സ് വരുന്നതിന് മുന്നേ തളരും. അങ്ങനെ ഒരു തവണ നടന്ന് നല്ല പുല്ലുണ്ട്, ചെറിയ നടപ്പാത മാത്രമേ ഉള്ളൂ, വെട്ടി അലച്ച് ബോധം പോയി നല്ല തഴച്ചു വളർന്നു നിൽക്കുന്ന പുല്ലിൻ കൂട്ടത്തിലേക്ക് വീണു. ആകെ കാലും ചെരുപ്പും മാത്രം കാണാം. അപ്പോൾ എനിക്ക് പുല്ലിൻ്റെ ഇടയിൽ കൂടെ ആരാ വരുന്ന് പോകുന്നത് കാണാം. ശബ്ദം ഉയർത്താനായിട്ടുള്ള ശേഷിയില്ല. അപ്പോൾ ഗ്രാമവാസി ഒരാൾ വന്നു. ചന്ത ദിവസമാണ്. അകലെ നിന്ന് എന്നെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് പോയി. എന്തു പറഞ്ഞു? ഓ, വെള്ളം അടിച്ചാലും വീട്ടിലെത്താവുന്ന രീതിയിലെങ്കിലും വെള്ളം അടിക്കണ്ടേ? ആ അവസ്ഥയിൽ ചിരിക്കുവാനായിട്ടാണ് ഇടയായത്. ദൈവം അവിടെ നിന്നും എഴുന്നേൽപ്പിച്ചു. ഒരു തവണ ഇങ്ങനെ പോയപ്പോൾ തളർന്നു വീണു. എങ്ങനെയെങ്കിലും എഴഞ്ഞൊരു കുടിലിൽ പോയി ഒറ്റയ്ക്ക് കിടന്നു. പിന്നാലെ എന്താ ദൈവം അയച്ചതെന്ന് അറിയാമോ? ആലിപ്പഴത്തിൻ്റെ മഴ. കുറച്ച് സമയത്തിന് ശേഷം ദൈവം പിന്നെയും ബലം നൽകി. ശരിയാ, വേദനാജനകമാണ്, കൃപയുടെ മീതെയല്ല, സകലത്തിനും മീതെ വ്യാപരിക്കുന്ന കൃപ. ഞാനതെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ ശരിയാ, സംശയങ്ങളും ശരീരം ബലപ്പെടും എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും പുറമേയുള്ള മനുഷ്യൻ എന്താ ക്ഷയിച്ചു പോകുന്നെങ്കിലും അകമേയുള്ളവൻ കാരണം എന്താ? വളരെ ലളിതം. കർത്താവിന് കഴുതയെ കൊണ്ട് ആവശ്യമുണ്ട്. സിമ്പിൾ ആസ് ദാറ്റ്. അത് നിവൃത്തിയാകുവോളം അവൻ എഴുന്നേൽപ്പിക്കും, അവൻ നിർത്തും, അവൻ ശിക്ഷിക്കും, അവൻ സ്നേഹിക്കും, അവൻ നടത്തും, അവൻ കൂടെ നടക്കും. ഒരു നാളും കൈവിടുകയില്ല. ഇതുവരെ വിട്ടിട്ടില്ല. പറഞ്ഞല്ലോ അപ്പസ്തോലന്മാർ, ദൈവത്തിൻ്റെ സ്വഭാവം ത്യജിപ്പാൻ
അവന് കഴിവില്ലല്ലോ. ഇന്ന് അനേക കൗമാര പ്രായം കഴിയുന്ന ആളുകൾ ഇന്ന് നമ്മളെ നേരിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി യൂട്യൂബിലൂടെയും പലരും ശ്രദ്ധിക്കാനിടയുണ്ട്. ഈ കാലത്ത് അനേകർ സുവിശേഷ രംഗത്തേക്ക് വരുവാനായിട്ട് മടിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ കൗമാരഘട്ടം കഴിയുന്ന അങ്ങനെയുള്ളവരോട് എന്താ പ്രത്യേകിച്ച് സന്ദേശമായിട്ട് പറയാനുള്ളത്? ദൈവം നിങ്ങളെ എവിടെ ആക്കി വെച്ചിരിക്കുന്നുവോ അവിടെ വിശ്വസ്തരായിരിക്കുക. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ഹൃദയം ദൈവം നിത്യതയ്ക്കായിട്ട് കരുതി വച്ചിരിക്കുന്നവരോട് ദൈവത്തിൻ്റെ സ്നേഹം പറയുന്നതിലാണ്, അറിയിക്കുന്നതിലാണ്. അതിന് ലഭിക്കുന്ന ഓരോ സമയവും ഉപയോഗിക്കുവാനായിട്ട് അല്പം ശ്രദ്ധിക്കുക, എഫർട്ട് എടുക്കുക. മിഷൻ ഫീൽഡ്സ് സന്ദർശിക്കുവാനാവുന്നിടത്തോളം സന്ദർശിക്കുക. ദൈവവചനം ധ്യാനിക്കുക. ദൈവത്തെ വ്യക്തിപരമായി രുചിച്ചറിയുക. ദൈവം നമ്മളെ എങ്ങനെ ഉപയോഗിക്കുമെന്ന് കരുതി തല പുണ്ണാക്കാതെ, തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞതുപോലെ തന്നെത്താൻ വെടിപ്പാക്കാം, അവൈലബിൾ ആക്കാം, റെഡിയാക്കാം. വിശ്വസ്തയോടെ അവൻ തരുന്ന ഓരോ അവസരങ്ങളുടെ മേലും ലെറ്റ്സ് മേക്ക് ഇറ്റ് ടു കൗണ്ട്. ദൈവം നിങ്ങളെ എല്ലാവരെയും ഒന്നും ഇങ്ങനെ ദൈവം ഒരുപക്ഷെ അയച്ചെന്നിരിക്കില്ല എങ്കിലോ, ഇങ്ങനെ എന്നെ പോലെ ദൈവം അയച്ചിരിക്കുന്ന അനേകരോട് കൂടെ ചിലവഴിക്കുവാൻ ഒരു വർഷം 1-2 ദിവസമെങ്കിലും വേർതിരിക്കാനായിട്ട് കഴിയുമെങ്കിൽ ദാറ്റ്സ് എ ബിഗ് അസെറ്റ്. ഈ തലമുറയ്ക്കും പ്രത്യേകിച്ച് പാരൻസ് ആയവർ ആ രീതിയിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യട്ടെ. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. ഒരു നഗരം കൊണ്ടല്ല റോമ നഗരം പണി കഴിഞ്ഞത്. ഇറ്റ്സ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്. ദൈവം ആ രീതിയിൽ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ഹൃദയം എപ്പോഴും മാനസാന്തരം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ നശിച്ചു പോകുന്ന ആ ഒരു പാപിയിലാണ്. അവൻ ആരും തങ്ങളുടെ അകൃത്യങ്ങളിൽ മരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, നമ്മുടെ സമയം കഴിയുന്നു. മറ്റു പ്രായക്കാരായിട്ടുള്ളവർ, പ്രത്യേകിച്ച് എന്നെ പോലുള്ള വയസ്സന്മാർക്കൊക്കെ ഈ ശുശ്രൂഷയിൽ എങ്ങനെ ഒരു പിന്തുണയാകാനായിട്ട് സാധിക്കും? ഇപ്പോൾ അവിടെ വിദ്യാലയമുണ്ട്. വർഷത്തിൽ സീസണലായിട്ടുള്ള പല രോഗസമയങ്ങളിൽ മെഡിക്കൽ ക്യാമ്പ് പോലെയൊക്കെ വെക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്ലസ് അവിടെ നിന്ന് പഠിച്ച് പുറത്തേക്ക്, ഇപ്പോൾ സെർമലോങ് പോലെ പുറത്തേക്ക് പഠിക്കുവാനായിട്ട്, തുടർന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹമുള്ള കുട്ടികളുണ്ട്. അവരെയൊക്കെ കരുതുവാനായി ദൈവം നമുക്ക് നൽകിയ പ്രാപ്തി ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയാകും. അവിടേക്ക് വന്ന് ആ കുട്ടികളിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ അതും ദൈവനാമത്വത്തിനായി ഇടയാകും. See, it's a pioneering missionary field, mission field it is. നിങ്ങൾക്കെല്ലാം ദൈവം നൽകിയിരിക്കുന്ന ബുദ്ധി പല കാര്യങ്ങളിൽ, അഗ്രികൾച്ചർ, അവിടെയുള്ള മറ്റ് ഡെവലപ്മെൻറ്റ് പരിപാടികൾ, എനിക്ക് യഥാർത്ഥത്തിൽ ഒന്നും അറിയില്ല. എന്നാൽ കാലാകാലങ്ങളിൽ പല ദൈവമക്കൾ അവിടെ വരികയും, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, വെള്ളമില്ലായിരുന്നു. എന്നാൽ ഒരുപാട് അകലെ ഉയരത്തിൽ വെള്ളം വരുന്ന സ്ഥലമുണ്ടെന്നറിയായിരുന്നു. ഒരു ദൈവദാസൻ അവിടെ വന്നപ്പോൾ പറഞ്ഞു, എന്തുകൊണ്ട് ഈ ഉയരത്തിൽ നിന്നുള്ള വെള്ളം നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പൈപ്പിട്ടോ മറ്റുള്ള രീതിയിലോ ഈ ഗ്രാമത്തിലേക്ക് എത്തിച്ചുകൂടാ? ഒരു വാക്ക്, വഴിയോടുള്ള ബന്ധത്തിൽ അവിടെ വന്നിരുന്ന ദൈവജനം പറഞ്ഞു, ഒരു തവണ വിസിറ്റ് ചെയ്ത ദൈവജനം പറഞ്ഞു, എന്തുകൊണ്ട് ഈ വഴി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒന്ന് അധ്വാനിച്ചുകൂടാ? കോരിച്ചൊരിയുന്ന മഴയത്ത് കുട ചൂണ്ടി നിന്നാണ് അവിടെ പഠിപ്പിച്ചിരുന്നത്. ഒരു ദൈവമകൻ വന്നിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് നമുക്കിവിടെ ഒന്നിച്ചൊരു കെട്ടിടം പണിയാനായിട്ട് ശ്രമിച്ചുകൂടാ? കേവലം കാശ് തന്ന് സഹായിക്കുകയല്ല അവർ ചെയ്തത്.
ഞാനൊരു ഉദാഹരണം പറയട്ടെ. ആദ്യത്തെ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ 1 മാസമോ 2 മാസമോ കഴിയുമ്പോൾ വരും, ഈ ഭിത്തി നന്നായിട്ട് നനയ്ക്കണം, അല്ലെങ്കിൽ ഇതിനെ പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ഭിത്തി നന്നായിട്ട് എങ്ങനെ നനയ്ക്കണം എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ 2-3 പ്രായമുള്ള സ്ത്രീകളെ ഏർപ്പെടുത്തി 3600 സ്ക്വയർ ഫീറ്റ് ഭിത്തി എങ്ങനെയാണ് ഞങ്ങൾ നനച്ചതെന്നറിയാമോ? 3/4 ലിറ്റർ മാത്രം വെള്ളം കോരി ഒഴിക്കുന്ന കപ്പുകൊണ്ട് ഒരു സ്ഥലത്ത് ഒഴിച്ച് മറ്റു സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും ഈ ഒഴിച്ച വെള്ളം മുഴുവൻ സൂര്യൻ വലിച്ചെടുക്കും. ആങ്കിൾമാർ വന്ന് ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പഠിപ്പിച്ചു. ഇതിലൂടെ കറണ്ട് എങ്ങനെയൊക്കെ കൊണ്ടുപോകണമെന്ന് പഠിപ്പിച്ചു. ജോബിൻ എന്ന് പറയുന്ന ഒരു യുവാവ് വന്ന് വണ്ടിയുടെ പല കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു. അവിടെയുള്ള ഡോക്ടർ ഈ വിറയ്ക്കുന്ന കൈ ആയാലും IV ഡ്രോപ്സ് ഗത്യന്തരമില്ലാതെ കൊടുക്കേണ്ടി വന്ന എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ചു. ചേച്ചിയൊക്കെ വന്നപ്പോൾ അവിടെ മാപ്പ് ഉണ്ടാക്കുവാനായി ഈ ബ്ലോക്ക് ഓരോ സ്റ്റേറ്റുകളും ഓരോരോ നമ്പറിങ് സിസ്റ്റം ഇട്ട് മാപ്പ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. ഇപ്പോൾ കുട്ടികളോട് ഗുജറാത്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ അവർ കണ്ണടച്ച് കുത്തി കാണിക്കും. എനിക്കിപ്പോഴും തപ്പണം. ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ പല രീതിയിൽ ഇങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻസ്. ഞാൻ ആദ്യം പറയുന്നത്, പ്ലീസ് കം, വരിക, 1-2 ദിവസം അവിടെ ചെലവഴിക്കുക. എന്നെക്കാളുമൊക്കെ നന്നായി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് എന്ത് കോൺട്രിബ്യൂഷൻ അവിടെ ചെയ്യാൻ സാധിക്കും. നമ്മൾ കേൾക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും പ്രാർത്ഥനയിലും ഒരുപാട് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സഹോദരനെക്കുറിച്ചും അവിടുത്തെ ശുശ്രൂഷകളെക്കുറിച്ചും അവിടെയുള്ള കാർബി സഹോദരങ്ങളെക്കുറിച്ചും നമ്മൾ കേട്ടല്ലോ. നമുക്കും അതൊരു കമ്മിറ്റ്മെൻ്റായിട്ട് എടുക്കാം. പിന്നെ സഹോദരൻ പറഞ്ഞതുപോലെ കഴിയുമ്പോഴൊക്കെ പോകുവാനും അവരെ സന്ദർശിക്കാനും ബലപ്പെടുത്താനും ഒക്കെ ഇടയാകട്ടെ. എനിക്കൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കാമോ? കട്ടിൽ വരെ കൊണ്ടുവരുന്ന ഏലിയാവിൻ്റെ കാക്ക ഒരു ദിവസം ഒരു പെണ്ണിനെ കൊണ്ടുവന്നാലോ? കൈകൊട്ടുന്നയാൾ സ്വന്തം അപ്പനും അമ്മയാണ്. ആ ഭാഗങ്ങളിൽ കടന്നുപോയിട്ടുള്ള വഴികളൊക്കെ ചിന്തിച്ച് കഴിയുമ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ ഈ ചങ്ങലയൊഴികെ ബാക്കിയുള്ള എല്ലാത്തിലും നിങ്ങൾ വന്ന് സഹകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. വേറെ ആരെയും കഷ്ടപ്പെടുത്താനായിട്ട് ഇപ്പം തന്നെ ഡാഡിക്കും മമ്മിക്കും ഉൾപ്പെടെ ഉള്ളവർക്ക് ഒരുപാട് കഷ്ടം കൊടുക്കുന്നുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു. ഇതേ കാര്യം ഖത്തറിൽ ചാണ്ടപ്പിള്ള അങ്കിൾ ഉണ്ടായിരുന്നോടെ അങ്കിൾ എന്നോട് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ കാര്യങ്ങൾ വിശദീകരിക്കാൻ പോയപ്പോൾ ചാണ്ടപ്പിള്ള അങ്കിൾ പറഞ്ഞു, പ്രൊഫസർ സുകുമാർ അഴീക്കോടിനോട് അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യത്തിൽ ഒരു പത്രപ്രവർത്തക അദ്ദേഹത്തെ അഭിമുഖീകരണം എടുത്തു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, സാറിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പൊൻകുടങ്ങൾ കാണുവാനായിട്ട് സാധിക്കും, നല്ല റിമാർക്സ്. എന്നാലും ഞങ്ങൾക്ക് തോന്നുന്ന ഒരു കുറവുണ്ട്, സാറിനൊരു ജീവിത സഖി ഞങ്ങൾ കാണുന്നില്ല. സാർ എന്തുകൊണ്ടാണ് ആയ കാലത്ത് അത് വേണ്ട എന്ന് വെച്ചത്? അപ്പോൾ ചാണ്ടപ്പിള്ളങ്ങൾ പറഞ്ഞു തരിക. അപ്പോൾ അദ്ദേഹം ആ പത്രപ്രവർത്തിയോട് പറഞ്ഞു, അസമയത്ത് വീട്ടിൽ വന്ന് കയറുമ്പോഴും അസമയത്ത് കിടക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പോഴും ഷർട്ടിൽ ഒരു പിടി വരാതിരിക്കാനാണെന്ന് പറഞ്ഞു. ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സഹായത്തിനായിട്ട് വിളിച്ചുകൊണ്ടും ആ ഉത്തരത്തിൽ നിന്ന് ഒഴിവാകുന്നു. ഓക്കെ, നമുക്ക് അല്പം താമസിച്ചു, ക്ഷമിക്കണേ. ആർക്കെങ്കിലും ഒരു 2 ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം. ആ പ്രദേശം വളരെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞ ഒരു സ്ഥലമാണ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ക്രിസ്തീയ വിശ്വാസം അതിനെ സ്വാധീനിക്കാനായിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ? നോക്കൂ, ആദ്യം അവർ മരുന്ന് സ്വീകരിക്കില്ലായിരുന്നു. അവർ ചോദിച്ച ഒരേ ചോദ്യമാണ്, എടോ പരദേശി, ഞങ്ങൾക്ക് രോഗം വരുമ്പോഴെല്ലാം
ഈ മരുന്ന് തരുവാൻ ഇയാൾ ഇവിടെ ഉണ്ടാകുമോ? പിന്നീട് ഒരിക്കൽ അവർ ചോദിച്ചു, താൻ ഈ തരുന്ന മരുന്നിൻ്റെ മതമേതാ? എന്നാൽ രോഗത്തെ രോഗമായി കാണാനും മരുന്ന് അവർ സ്വീകരിക്കുവാനുമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രായമായ സ്ത്രീയെ മലേറിയ അവസ്ഥയിൽ ശുശ്രൂഷിക്കാനായിട്ടിടയായി. ആ സ്ത്രീ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അന്നു മുതൽ പ്രായമുള്ള സ്ത്രീകൾ മരുന്ന് സ്വീകരിക്കുവാനായി മുന്നോട്ട് വന്നു തുടങ്ങി. അങ്ങനെ മരണനിരക്ക് വ്യത്യാസപ്പെട്ടു. ഇന്ന് ആ ഗ്രാമവും അയൽഗ്രാമങ്ങളും രോഗത്തെ രോഗമായി കണ്ട് മരുന്ന് സ്വീകരിക്കാനായി മുന്നോട്ട് വന്നു തുടങ്ങി. അതവരുടെ മരണതോത് വളരെ കുറച്ചു. ഇതൊരു കാര്യം. 2, കർത്താവിനെ ക്രിസ്ത്യാനികളുടെ ദൈവമായിട്ടല്ല, അവരെയും കരുതുന്ന, സ്നേഹിക്കുന്ന, അറിയുന്ന ദൈവമായിട്ട് കാണുവാനും ആ ഗ്രാമമൂപ്പനിടയായി. പെട്ടെന്ന് മനസ്സിലേക്ക് ഇത് 2 കാര്യങ്ങളുമാണ് വരുന്നത്. പ്രത്യേകിച്ച് ആ ഗ്രാമത്തിൽ നിൽക്കുമ്പം ആ ഗ്രാമത്തിലെ കൾച്ചറൽ ആക്ടിവിറ്റീസ്, അവരുടെ ചില ആചാരങ്ങളൊക്കെ അവർ ഇൻവൈറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതിൽ പോകാൻ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ടോ? അതോ പോകേണ്ട ആവശ്യകതയുണ്ടോ? പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ പോകാറില്ല. പക്ഷെ പൗലോസ് അഥേനയിൽ ചെന്നപ്പോൾ അഥേനയിലെ ദേവന്മാരെ കുറിച്ച് പറഞ്ഞ അങ്ങനെ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഹെനൂബ്, അഹി, കെബി, അമേ എന്ന് പറയുന്ന അവരുടെ ഇടയിൽ ഒരു വിശിഷ്ടമായൊരു ഉത്സവമുണ്ട്. അതായത് സെപ്റ്റംബർ മാസത്തിൽ ബാംബൂ ഷൂട്ട്സ്, പുതിയ ബാംബൂ ഷൂട്ട്സ് അവർ അരിഞ്ഞ് വലിയ കൊട്ട ഉണ്ടാക്കി അതിലേക്ക് ഒരു പന്നിയെ കട്ട് ചെയ്തിട്ട് അതിനെ ക്ലീൻ ചെയ്ത് അതിൻ്റെ കുടലൊക്കെ മാറ്റി ഉടലോടെ ഇറക്കും. പിന്നീട് അത് എടുക്കുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. അപ്പോൾ ഈ പന്നിയെ ഇടുന്ന സമയത്ത് അതൊരു വലിയ ഉത്സവമാണ്. അതിലൊരു പ്രത്യേക ഒരു കോമ്പറ്റീഷനുണ്ട്. ഈ കൈമുട്ട് മുതൽ ഈ വിരലിൻ്റെ ഈ നീളം വരെയുള്ള ഒരു മുള ചീമ്പും അതിൻ്റെ അങ്ങേയറ്റത്ത് ഒരു 4 കഷ്ണം പന്നിയിറച്ചി കുത്തിവെക്കും. എന്നിട്ട് അത് ഈ വിരലിൻ്റെയും ഇടയിൽ ഇത്രയും മുഴം നീളമുള്ള ഒരു കോലിൽ കുത്തിത്തരും. അത് കൈമുട്ട് വളയ്ക്കാതെ തിന്നണം. അത് അമാനുഷികമാണ്. കാരണം കൈമുട്ട് വളച്ചില്ലെങ്കിൽ ഇതിങ്ങോട്ട് കൊണ്ടുവന്ന വായ പുറകോട്ട് പോവും, വായ അങ്ങോട്ട് ചെന്നാൽ ഇത് അങ്ങോട്ട് പോവും. പക്ഷെ ദൈവം സഹായിച്ച് ചെറുപ്പത്തിലെ ദൈവം ഈ കാർബികൾക്ക് വേണ്ടി വേർതിരിച്ചത് കൊണ്ട് എനിക്ക് ഈ ഷോൾഡറൊക്കെ കുറേ പുറകോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ എനിക്കിത് കൈമുട്ട് വളയ്ക്കാതെ വലത് കൈയും ഇടത് കൈയും വെച്ച് ഉപയോഗിച്ച് തിന്നുവാൻ പറ്റി. അവരുടെ ഒരു അത്ഭുതം കാണണമായിരുന്നു. അവൻ ചിരിക്കുന്ന കണ്ടോ? ശർമല്ലോ ഈ ഫ്രണ്ടിലിരിക്കുന്നവൻ. അതവിടെ ചാനലിലൊക്കെ വലിയ വാർത്തയായിരുന്നു. കാർബി ജനതയുടെ മധ്യേ ഇത് കഴിക്കുവാനായിട്ട് കെൽപ്പുള്ള ഒരാൾ എത്തിയിരിക്കുന്നു. അങ്ങനെ വരുന്ന കുറച്ച് അടുത്ത മാസങ്ങളിലൊക്കെ അങ്ങനെയാണ് ഞാൻ ആ പ്രദേശത്ത് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അവിടുത്തെ ഡെലിക്കസി ആയിട്ടുള്ള പട്ടുനൂൽ പുഴു വറുത്തത്, ഇങ്ങനെയുള്ള എല്ലാം പറയാൻ നിവൃത്തിയില്ല, ഇതിന് ശേഷം ഭക്ഷണമുണ്ടല്ലോ. ഇതൊക്കെ അവർ തന്നപ്പോൾ കർത്താവ് ചില ചുരുളുകളൊക്കെ പ്രവാചകന്മാരോട് വിഴുങ്ങാൻ പറഞ്ഞു. അത് വയറ്റിൽ കയ്പായിരുന്നെങ്കിലും ഇട്ട സമയത്ത് മധുരമുള്ളതായിരുന്നു. ചിലത് അങ്ങനെയൊക്കെ ആക്കി തീർക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. ഒരു കാരണവശാലും അവരെ ഒഫൻഡ് ചെയ്യുവാൻ ഇങ്ങനെയുള്ള ഒരു ഉത്സവ സമയത്തും എനിക്ക് ഇടയായിട്ടില്ല. ഇതൊക്കെ അവരുടെ ഇടയിൽ എനിക്ക് അക്സെപ്റ്റൻസ് ദൈവം തുറക്കുവാനായിട്ടിടയായി. സോ നമ്മൾ ഈ അഭിമുഖം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മളോടെല്ലാവരോടും സംസാരിച്ചിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളോട് ദൈവം എന്തു സംസാരിച്ചുവോ അതിന് അനുപൂരകമായിട്ട് പ്രതികരിക്കുവാൻ ദൈവം നമ്മളെല്ലാം സഹായിക്കട്ടെ. പ്രിയ സഹോദരനും ആ ദേശത്തെ പ്രവർത്തനത്തിനും വേണ്ടി ഇനി എല്ലാ കാലത്തും പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് ഇടയാകട്ടെ. സഹോദരന് ദൈവം കൂടുതലായിട്ട് ആരോഗ്യവും ബലവും ശക്തിയും നൽകട്ടെ. ആ ദേശത്ത് അനേകർ കർത്താവിനെ അറിയാൻ മാത്രമല്ല അയൽ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്ന് കർത്താവിൻ്റെ സ്നേഹം അറിയിക്കാൻ ഇടയാകട്ടെ. ദൈവം എല്ലാ വിധത്തിലും അനുഗ്രഹിക്കട്ടെ. ഈ നല്ല സന്ദർഭത്തിനായിട്ട് നന്ദി.
ദൈവം സഹായിക്കട്ടെ. താങ്ക് യു.